പാറക്കടവ് ശ്രീ മണികണ്ഠ മഠത്തിന്റെ സുവർണ ജൂബിലി ആഘോഷമായ 3-ാം ദിവസമായി ഇന്ന് ഈ വേദിയിൽ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിൽ എത്തിയിട്ടുള്ള ആധ്യാത്മിക പ്രഭാഷണ വേദികളിൽ നിറസാന്നിധ്യമായ ബഹുമാന്യനായ മുജാഹിദ് ബാലുശ്ശേരി അവർക്ക് മണികണ്ഠ മഠത്തിന്റെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്ന മണികണ്ഠ മഠം ഗുരുസ്വാമി, കേളപ്പ ഗുരുസ്വാമി, മണികണ്ഠ മഠം സെക്രട്ടറി രാജഗോപാലൻ മാസ്റ്റർ, പ്രസിഡന്റ് മുല്ലേരി മണിവർണ്ണൻ, രക്ഷാധികാരി തൈക്കണ്ടി കുഞ്ഞിരാമൻ എന്നിവർക്കും മണികണ്ഠ മഠത്തിന്റെയും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും സ്വാഗതം അരുളുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഭക്തജനങ്ങളെ, മറ്റ് സഹോദര സമുദായങ്ങളിൽപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നാട്ടുകാരെ, തൻ്റെ പാണ്ഡിത്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം സാഹോദര്യം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യവുമായി പ്രഭാഷണ വേദികളിൽ നിറഞ്ഞു നിൽക്കുന്ന പാണ്ഡിത്യം, സാന്നിധ്യം ആദരണീയനായ മുജാഹിദ് ബാലുശ്ശേരിയെ മതസൗഹാർദ്ദത്തെക്കുറിച്ചും നമ്മുടെ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെപ്പറ്റി സംസാരിക്കുവാൻ വേണ്ടി വന്ധ്യനായ ശ്രീ മുജാഹിദ് ബാലുശ്ശേരിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ ശ്രീ മണികണ്ഠ മഠം ക്ഷേത്രത്തിന്റെ സാരഥികളെ, യഥാക്രമം ഇതിന് നേതൃത്വം നൽകുന്ന ആദരണീയരായ പ്രസിഡന്റ് രഘുനാഥ് മുല്ലേരി, സെക്രട്ടറി ടി രാജഗോപാലൻ, ഗുരുസ്വാമി കെ കേളപ്പ സ്വാമിജി അവർകളെ, ഈ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സത്യാന്വേഷികളും മാനവമൈത്രിയുടെ മഹിമയെ അടിസ്ഥാനപരമായ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റുന്ന നല്ലവരായ സഹൃദയരെ, ഈ മഹാ ആധ്യാത്മിക പ്രഭാഷണ സമ്മേളനത്തിൽ സന്നിഹിതരാകാൻ വന്നിട്ടുള്ള വ്യത്യസ്ത മതങ്ങളിലും ദർശനങ്ങളിലും വിശ്വസിക്കുന്ന നല്ല ചിന്താഗതി വെച്ച് പുലർത്തുന്ന സഹൃദയരെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ ഇതുപോലെ വ്യാപകമായി സാംസ്കാരികമായി സാമൂഹികമായി സഹിഷ്ണുതാപരമായി വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സംസാരിക്കാനുള്ള അവസരങ്ങൾ ധാരാളമായി ഈയിടെയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത്
എന്തുമാത്രം പ്രശംസനീയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. ഈ പ്രഭാഷണത്തിലേക്ക് എന്നെ നിങ്ങൾ ക്ഷണിക്കുമ്പോൾ മഹത്തായ ഒരു ഉദ്ദേശമുണ്ട് നിങ്ങൾക്ക്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി നാം ചിന്തിക്കേണ്ടതുമാണ്. 7 അത്ഭുതങ്ങളെക്കുറിച്ച്, ലോകത്തിലെ മഹാത്ഭുതങ്ങളെക്കുറിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആ അത്ഭുതങ്ങൾ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് ആളുകൾ ചെന്നു ചേരുക സ്വാഭാവികമാണ്. എന്നാൽ അതൊന്നുമല്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ നാട്. ഗിവ് ആൻഡ് ടേക്ക് പോളിസി സ്വീകരിച്ച ലോകരാജ്യങ്ങളിൽ ഏറ്റവും സമ്പന്നമാണ് നമ്മുടെ നാട്. എന്റെ സംസാരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ സാഗൂതം ശ്രദ്ധിച്ചാൽ എനിക്ക് ശക്തമായ ഉറപ്പുണ്ട്, പരിപൂർണമായ മാനവികത സൃഷ്ടിക്കുന്നതിന് ഈ പ്രഭാഷണം ഉപകാരദായകമായി തീരുമെന്നതിൽ എനിക്ക് സംശയമില്ല. യാതൊരു ഉറപ്പുമില്ലാതെ, മനസാന്നിധ്യമില്ലാതെ അല്ല ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തനവും മാനവ സമൂഹത്തിന് ഉപകാരപ്പെടണമെന്ന് അതിശക്തമായി വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാവരെയും കാണുവാനും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില സത്യങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാനുമുള്ള എന്റെ ശ്രമം. കേൾക്കുന്നതിന് മുമ്പ് ഒരുപാട് മുൻവിധികൾ ഉണ്ടാവും നമുക്കൊക്കെ, സ്വാഭാവികവുമാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലിനോട് അദ്ദേഹം പങ്കെടുത്ത ഒരു വലിയ സദസ്സിൽ വെച്ച് ഒരു സ്ത്രീ പറഞ്ഞു, എനിക്ക് താങ്കളോടും താങ്കളുടെ മീശയോടും വെറുപ്പാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു, സഹോദരി, ഞാനുമായും എന്റെ മീശയുമായും ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സൗഭാഗ്യം ലഭിക്കാതെ പോയാൽ ഞാൻ എന്തു ചെയ്യാനാണ് എന്ന്. നമ്മൾക്കറിയാത്തതിന്റെ ശത്രുവായിരിക്കും നമ്മൾ എപ്പോഴും. അതാണ് ഇവിടെ നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യുക. ഏത് മതത്തിലും ദർശനത്തിലും വിശ്വസിക്കുമ്പോഴും മനുഷ്യരെന്ന നിലയിൽ എല്ലാവർക്കും ഐക്യത്തോടെ ജീവിക്കാൻ സാധിക്കുമോ? വ്യത്യസ്ത മതത്തിൽ വിശ്വസിക്കുമ്പോഴും നല്ല അയൽവാസിയായി, നല്ല സുഹൃത്തുക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? അതാണ് ഞാൻ എന്റെ പ്രസംഗത്തിൽ ഏറ്റവും ഊന്നി നിൽക്കുന്ന വളരെ പ്രധാനമായ കാര്യം. ആധുനിക കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾ ശരിക്കു ചിന്തിച്ചാൽ അകന്നു പോകുന്ന മനുഷ്യരെന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? ആഗോള ഗ്രാമ സങ്കല്പം നിലനിൽക്കുന്ന ഒരു ലോകം. അമേരിക്കയിൽ ഇപ്പോൾ എന്ത് നടക്കുന്നു എന്ന് ഇവിടെ നമ്മുടെ മൊബൈലിൽ ഇരുന്ന് നമുക്ക് കാണാനും അറിയാനും പറ്റുന്ന അധുനാധുനമായ സൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ എത്ര വിദൂരത്തുള്ള അത്ഭുതങ്ങളെയും ലോകത്ത് ജീവിക്കുന്നവരെയും ഇവിടെ നമ്മുടെ കയ്യിൽ നോക്കിക്കണ്ട് സംസാരിക്കാൻ പറ്റുന്ന ഭൗതിക സംവിധാനങ്ങളുള്ള ഒരു ലോകത്ത് കമ്മ്യൂണിക്കേഷൻ ശൃംഖല അഭൂതപൂർവമായി വളർന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് ചോദിക്കുന്നു, എന്റെ അയൽവാസിയായ എന്റെ ഭാസ്കരേട്ടനോട് എന്റെ ബന്ധത്തിന് അകൽച്ച കൂടിയിട്ടുണ്ടോ? ഇല്ലേ? ഞാനൊരു പച്ചയായ മനുഷ്യനാണ്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ തെറ്റിദ്ധരിച്ചാലും ഈ നാടുകളിൽ മുസ്ലിങ്ങളിൽ നിന്ന് തന്നെ ഒരുപക്ഷെ എന്റെ പേര് നിർദ്ദേശിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവാം. മനസ്സിലൊന്ന് വെച്ച് പുറത്തേക്കൊന്ന് പറയാൻ അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു പിതാവിന്റെ മോനല്ല ഞാൻ. എന്റെ പിതാവ് എന്നോട് പഠിപ്പിച്ചത് എന്താണോ മനസ്സ് അതാവണം ലോകത്തിന് മുമ്പിൽ പ്രകടിപ്പിക്കേണ്ടത്. മഹാത്മാഗാന്ധി പറഞ്ഞത്, എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ലോകത്തോട് നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കുകയാണ്. എന്റെ താടിയെ, ഞാനിട്ടിരിക്കുന്ന ജുബ്ബയെ, എന്റെ മുണ്ട് നരിയാണിയുടെ മേലെ ഞാൻ കയറ്റി കൊടുത്തതിനെ എന്തൊക്കെയോ ദുരൂഹമായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് തിരിച്ചു തരേണ്ട ബാധ്യത എനിക്കുണ്ട്. എന്റെ അയൽവാസിയായ മാധവേട്ടനെ കുറിച്ച് എനിക്ക് ഡൗട്ടുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ വേണ്ടത്. നമുക്ക് എന്തെന്നറിവില്ലയോ അത് ചോദിക്കാൻ. ഇപ്പൊ നിങ്ങൾക്കറിയാം, മഹാഭാരത യുദ്ധത്തിലെ ഭീഷ്മപർവം മുതലാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. 25-ാം അധ്യായം മുതൽ 42 വരെയുള്ള 18 അധ്യായമാണ് ശ്രീമദ് ഭഗവത്ഗീത. അതറിയാത്തവരില്ല. 18-ാം അധ്യായത്തിൽ 70 ചില്ലാനം ശ്ലോകങ്ങളാണുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അവിടെ ഈ മഹാഭാരത യുദ്ധ പശ്ചാത്തലത്തിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന ആദ്യ വാചകത്തിൽ തന്നെയുള്ളത്, ശ്രുമേ പരം വജ, അർജുന,
ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് സാധൂതം ശ്രദ്ധിച്ച് നീ കേൾക്കണം എന്നതാണ്. വത്സാ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. ഇത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ വാക്കാണ്. ചിത്രകൂടത്തിൽ വരുന്നതിന് മുമ്പ് അച്ഛനെ കൊല്ലും എന്നൊക്കെയാണ് ലക്ഷ്മണൻ പറഞ്ഞിരുന്നത്. കാമവിവശനായ എന്റെ അച്ഛനെ ഞാൻ കൊല്ലും. ചിത്രകൂടത്തിൽ വന്നപ്പോ ശ്രീരാമൻ പറഞ്ഞു, വത്സ സൗമിത്രേ, അല്ലയോ സുമിത്രയുടെ പുത്ര ലക്ഷ്മണ, ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ചു കേൾക്ക്. വയലന്റായി, അക്ഷോഭ്യനായി, ക്ഷമയില്ലാത്തവനായി, സഹനമില്ലാത്തവനായി നീ മാറാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സംസാരകാരിണി ആയത് അവിദ്യയും സംസാരനാശിനി ആയത് വിദ്യയും. അറിവുള്ളവരുടെ സംസാരം ലോകത്തിന് ഉപകരിക്കുന്നതാണ് അതിന്റെ നേരെ ചൊവ്വയർത്ഥം. നീ അച്ഛനെ കൊല്ലും എന്ന് പറഞ്ഞതും ലക്ഷ്മണൻ പറഞ്ഞിരുന്നു, എന്റെ അവൻ അരയിൽ തൂക്കിയ അമ്പ്, അരയിൽ തൂക്കിയ വാള്, അത് യഥാർത്ഥത്തിൽ സൗന്ദര്യത്തിന് വേണ്ടി തൂക്കിയിട്ടുള്ളതല്ല, അത് മറിച്ച് അലങ്കാരത്തിന് വേണ്ടി തൂക്കിയതല്ല. അത് എന്റെ ആവനാഴിയിലെ അമ്പ് വാർദ്ധക്യം കൊണ്ട് എനിക്ക് കുത്തിപ്പിടിക്കാനുള്ളതല്ല. അതുകൊണ്ട് നിന്നോട് കാട്ടിൽ പോകാൻ പറഞ്ഞ് എന്റെ അച്ഛനെ ഞാൻ കൊല്ലും എന്നതായിരുന്നു ലക്ഷ്മണന്റെ വാക്ക്. അവിടെ പറയുന്നത്, ഇങ്ങനെയൊക്കെ നീ കൊല്ലും, ആളെ നശിപ്പിക്കും എന്നൊക്കെ നീ പറഞ്ഞല്ലോ. ആ വാചകം അറിവില്ലായ്മയാണ്. പറയാൻ കഴിയുമോ ഇന്ന് കേരളത്തിൽ, ഇന്ത്യയിലെ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ നമുക്ക് പറയാൻ സാധിക്കുമോ? ക്രൈസ്തവരെ നമുക്ക് സാധിക്കുമോ? മുസ്ലിങ്ങളെ സാധിക്കുമോ? ആളെ കൊല്ലുക എന്ന് പറയുന്നതും നശിപ്പിക്കുക എന്ന് പറയുന്നതും നിന്റെ അറിവില്ലായ്മയാകുന്നു എന്ന്. ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നത്, ലക്ഷ്മണ നീ ഈ സംസാരം അവസാനിപ്പിക്കണം. കാരണം രാജാധികാരം എന്നത് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസ്സുമോർക്ക നീ. ഈ സുഖലോക സൗഭാഗ്യങ്ങൾ, ലോകത്തിന്റെ ആനന്ദങ്ങൾ, ഇതെല്ലാം നീ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ്. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം, ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാഹിന പരിഗ്രസ്തമാം ലോകം, ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള സുഖം തേടുന്നത് പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകം, ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ട നീ സുഖം തേടിക്കൊണ്ടിരിക്കുകയാണ്. പുത്രമിത്ര കളത്രാദി സംഗമം, അച്ഛൻ അമ്മ കുടുംബം എന്നൊക്കെ പറയുന്നത് പൊടുന്നനെ അവസാനിച്ചു പോകുന്ന ബന്ധങ്ങളാണ്. അതുകൊണ്ട് കേവലം ഭൗതിക ലോകത്തിന്റെ നൈമിഷികക്ക് വേണ്ടി, അധികാരത്തിനു വേണ്ടി അച്ഛനെ കൊല്ലുമെന്ന നിന്റെ വാക്ക് ശരിയല്ല. ഇതിൽ നിന്ന് എന്താ നമ്മുടെ പാഠം? അധികാരത്തിനപ്പുറത്താണ് മനുഷ്യന്റെ മൂല്യങ്ങളും ബന്ധങ്ങളും എന്ന് തന്നെയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ശ്രീരാമന്റെ വാക്കുകളായി ലോകത്തെ എനിക്ക് എന്റെ അധ്യാപകൻ, ഞാൻ നേരത്തെ ഇരുന്നോ പറഞ്ഞു, നമ്പൂരിമാഷ് ഉദയ കോളേജിൽ വെച്ച് ഞങ്ങൾക്ക് പകർന്നു തന്ന വിജ്ഞാനത്തിൽ വളരെ പ്രധാനമായ വർമ്മസാറെ പോലെയുള്ള ആളുകൾ, ഞാൻ പറയുന്നത്, നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി ആലോചിക്കണം. നമുക്ക് നന്നാവണം, നമുക്കൊന്നാവണം. എന്താ അതിന് വഴി? ആശ്ചര്യമത് വദ്യതതി തദൈവജാന്യ. ശ്രീമദ് ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ആത്മാവിനെ കുറിച്ചുള്ള ചർച്ചയുണ്ട്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന ചർച്ചയും 4-ാം അധ്യായത്തിലെ 7-8 ശ്ലോകങ്ങളിലാണ്. 18-ാം അധ്യായത്തിൽ മനോഹരമായി ചില പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് പറയുന്നത്, തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ശാശ്വതമായ സ്വർഗപ്രവേശനം ലഭ്യമാകുന്നത് ഈശ്വര പൂജയിലൂടെയാണ് എന്ന മൗലികമായ തത്വത്തിലേക്ക്. നിങ്ങൾക്കറിയാം, ഗീതയെപ്പോലും ലോകത്ത് മനുഷ്യർ എത്ര കണ്ട് പഠിച്ചു മനസ്സിലാക്കി എന്നത് അതൊരു ദേശീയ ഗ്രന്ഥമാണ് എന്നതൊരു തെറ്റിദ്ധാരണയാണ്. ദേശീയ ഗ്രന്ഥമല്ല. ലോകത്ത് വിജ്ഞാനം പകർന്ന ലോകത്തെവിടെയും വേദഗ്രന്ഥങ്ങൾ ഒരിക്കലും ദേശീയമല്ല. ഇപ്പൊ സൗദി അറേബ്യയിലെ ഇറാമലയിലാണ് മുഹമ്മദ് നബിക്ക് ഖുർആൻ ഇറങ്ങിയത്. അത് അറേബ്യയുടെ ഗ്രന്ഥമല്ല, ലോകത്തിന്റെ ഗ്രന്ഥമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്ന ഒരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ. ലോകത്തിലെ വേദങ്ങളൊക്കെ അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. ഖുർആനിലെ 14-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. ഈ വേദഗ്രന്ഥം താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നത് അറേബ്യയെ നന്നാക്കാനല്ല, പാകിസ്ഥാനെ നന്നാക്കാനല്ല, അഫ്ഗാനിസ്ഥാനെ നന്നാക്കാനല്ല. പിന്നെ എന്തിനാണ്? ലിതുഖ്രിജൻ നാസ മിനദ്ദുലുമാതി ഇലന്നൂർ. മനുഷ്യരാശിയെ മുഴുവനും
ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ. ശരി, അങ്ങനെ പറഞ്ഞൊരു ഗ്രന്ഥം അറേബ്യയുടെ ദേശീയ ഗ്രന്ഥമാക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ അതിന് ചുരുക്കിക്കെട്ടലാണ്. ലോകത്തിലെ ഇപ്പൊ നിങ്ങൾക്കറിയാം, കർമ്മകാന്ഡം, വിജ്ഞാനകാന്ഡം, ഉപാസനാകാന്ഡം. ഗീതയെ മൂന്നായി പഠിപ്പിനു വേണ്ടി ഭാഗിച്ചിട്ടുണ്ട് പണ്ഡിത ലോകം. പണ്ഡിത ലോകം മൂന്നായി. എന്താണ് ഉപാസനാകാന്ഡം? ഉപാസന എന്ന് പറഞ്ഞാൽ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വൈജ്ഞാനികമായ ചർച്ചകളുണ്ട്, അതുപോലെ തന്നെ കർമ്മകാന്ഡങ്ങളുണ്ട്, കർമ്മപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളുണ്ട്. പഠിപ്പിനു വേണ്ടിയാണ്. മനുഷ്യർ കൂടുതൽ വേദത്തിലേക്ക് അടുക്കാൻ വേണ്ടി പണ്ഡിതന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന്റെ മാനസം എന്ന് ചോദിക്കുന്നുണ്ട് കവി. വേദം പഠിക്കാത്തത് എന്താണ്? എന്താണ് ആളുകൾ വേദം പഠിക്കാത്തത്? വേദം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതൊരു സംസ്കൃത ശബ്ദമാണല്ലോ. വേദം എന്ന് പറഞ്ഞാൽ അറിവ്, വിദ്യ എന്നാണ്. എന്തിനെ കുറിച്ചുള്ള അറിവ്? H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്ന വെള്ളം, എല്ലാവർക്കും അറിയാം. എന്നാൽ ഇവിടെ വേദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അറിവെന്താണ്? അടിസ്ഥാനപരമായുള്ള അറിവെന്താണ്? ആകാശത്തെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, പർവ്വതങ്ങളെക്കുറിച്ച്, ആണും പെണ്ണും ഉൾക്കൊള്ളുന്ന മനുഷ്യ സമൂഹത്തെക്കുറിച്ചൊക്കെ വേദം ചർച്ച ചെയ്യുന്നു. പക്ഷെ വേദത്തിലെ അടിസ്ഥാന ചർച്ച നിങ്ങൾ പരിശോധിച്ചാൽ ദൈവത്തെക്കുറിച്ചാണ് ഒരു ചർച്ച. ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ സർവശക്തനായ ജഗദീശ്വരനെ കുറിച്ചാണ് ഒരു ഭാഗത്തെ ചർച്ച. ഒരു ഭാഗത്തെ ചർച്ച മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. മനുഷ്യൻ എന്തിനാണ് ഈ ഭൂമുഖത്ത് വന്നത്? ഞാനും നിങ്ങളും എന്തിനാണ് ഈ ഭൂമുഖത്ത് വന്നത്? അത് ഗൗരവമായി ചർച്ച ചെയ്യുന്നു. ആരാണ്? ഋഷീശ്വരന്മാർ. എന്താണ് ശ്രുതികൾ, എന്താണ് സ്മൃതികൾ? വേദത്തെ രണ്ടായി തിരിച്ചു, ശ്രുതികളെന്നും സ്മൃതികളെന്നും. ശ്രുതി എന്ന് പറഞ്ഞാൽ ശ്രവിക്കപ്പെട്ടത്. ആരിൽ നിന്ന്? സർവേശ്വരനിൽ നിന്ന്, പ്രപഞ്ചനാഥനിൽ നിന്ന്. പ്രപഞ്ചനാഥനിൽ നിന്ന് മാനവ സമൂഹത്തിന് ലഭിച്ചിട്ടുള്ളത്, അതാണ് ശ്രുതി എന്ന് പറയുന്നത്. സ്മൃതിയോ? ആചാര്യന്മാരുടെ സ്മൃതിപദങ്ങളിൽ നിന്ന് മാനവ സമൂഹത്തിന് പകർന്നുകൊടുത്ത ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സുകളാണ് അത്. ഇങ്ങനെ രണ്ടായി തിരിച്ചാൽ ഇപ്പൊ ചതുർവേദം, ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവേദം, ചതുർവേദങ്ങൾ, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ. എന്താണത്? ഈ 108 ഉപനിഷത്തിലെ ഏറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ എന്താണത്? എന്താണ് ഖുർആൻ? ആരാണ് വേദഗ്രന്ഥങ്ങളെ എന്റേത് നിന്റേത് എന്നാക്കി മാറ്റിയത്? ആരാണ്? അത് വളരെ ഗൗരവമായി. വേദം എന്ന് പറഞ്ഞാൽ അറിവാണെങ്കിൽ അറിവ് ഒരു വിഭാഗത്തിന് എന്നെങ്ങനെ പറയും? എങ്ങനെ പറയും? വേദം എന്ന പദത്തിന്റെ അർത്ഥം അറിവാണെങ്കിൽ അറിവ് ലോകത്താർക്കെങ്കിലും കെട്ടിപ്പൂട്ടി വെക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റ, വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. വായിക്കുക, ലോകത്തോട് വായിക്കാൻ ആവശ്യപ്പെട്ട ലോകത്തിലെ ഗ്രന്ഥം നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ വായിക്കുക. പക്ഷപാതിത്വമില്ലാത്ത നിന്നെ ആരാണോ സൃഷ്ടിച്ചത് അവന്റെ നാമത്തിൽ നീ വായിക്കുക എന്നാ പറയുന്നത്. അപ്പൊ മതവും വേദവും ആചാര്യന്മാരും അതിന്റെ അടിസ്ഥാന സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ചാൽ ഒരിക്കലും നമുക്ക് മതം മാനവിക വിരുദ്ധമാണ് എന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു ആധ്യാത്മിക പ്രഭാഷണത്തിലും വേദങ്ങളുടെ ഉള്ളടക്കം എന്താണ്, ലോകത്തിലെ വേദത്തിന്റെ ഉള്ളടക്കം എന്താണ്? അപ്പൊ നമ്മളൊക്കെ വ്യത്യസ്തരായി ചിന്തിക്കുന്നു. ഒരാളെ കാണുമ്പോൾ, ഒരു ചുവന്ന തുണിയെടുത്ത ഒരാളെ കാണുമ്പോൾ, ഒരു ഭസ്മക്കുറി കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിസ്കാരത്തയമ്പ് കാണുമ്പോൾ, ഒരു താടി കാണുമ്പോൾ ഒക്കെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് തെറ്റിദ്ധാരണകളുണ്ട്. ആ ധാരണയുടെ കാരണം തിരിച്ചറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ തിരിച്ചറിയുന്നു പലതും ഈ കാലഘട്ടത്തിൽ. ഇനിയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അവിടെയാണ് മതവും. എത്ര ക്ഷേത്രങ്ങളിൽ, 60-ലധികം ക്ഷേത്രങ്ങളിൽ ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ കേരളത്തിലെ തലയെടുപ്പുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം എനിക്ക് എന്തുകൊണ്ട് അനുവദിച്ചു എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഉറപ്പാണ്, നന്മയെ ഇഷ്ടപ്പെടുന്ന, നല്ലതിനെ ചാലോലിക്കുന്ന, മാതൃപിതൃ ബന്ധത്തിന്റെ മഹനീയത അറിയുന്ന, ജീവിതത്തെ അറിയുന്ന, യൗവനം ഏറ്റവും നന്നായി ലോകത്ത് ഉപയോഗിക്കണമെന്നറിയുന്നവർ അവർ എല്ലാം മറന്ന് വിജ്ഞാനത്തെ ഇഷ്ടപ്പെടുന്നു എന്നതാണ്. എത്രയെത്ര സദസ്സുകളിൽ ഏറ്റവും കൂടുതൽ സമയം, എന്റെ സമയത്തിന് വേണ്ടി സ്വാഗതം പോലും ഏറ്റവും പരിമിതപ്പെടുത്തിയ എത്ര ക്ഷേത്രങ്ങൾ. ആ ആതിഥ്യത്തെക്കുറിച്ച് ഇവിടെയും അതെ, ഏറ്റവും ഹൃദ്യമായ സ്വീകരണം, ഏറ്റവും ഒരു അതിഥിയോട്. കാരണം ഭാരതീയ ദർശനത്തിൽ മനുസ്മൃതി പോലും പരിശോധിച്ചാൽ കാണുന്ന ഒരു വാചകമുണ്ട്. അതെന്താ? അതിഥി ദേവോ ഭവ എന്നാണ്. അതിഥിയെ ദൈവതുല്യം ആദരിക്കുക എന്നത് ഭാരതീയ ദർശനത്തിൽപ്പെട്ടതാണ്.
അല്ലേ? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു? ആ ചിന്തയാണ് അവരെ നമ്മെ ആദരിക്കാൻ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഘടകം. ഇന്ത്യ തന്നെ അതിഥികളെ കൈനീട്ടി സ്വീകരിച്ച പാരമ്പര്യമാണ്. വിശ്വമതങ്ങളെ കൈനീട്ടി സ്വീകരിച്ചു നമ്മുടെ നാട്. ലോകപ്രസിദ്ധമായ മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ചു നമ്മുടെ നാട്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ നാട്ടിൽ പലപ്പോഴും നമ്മൾ കലാപങ്ങളെ, വർഗീയതകളെ, വിഭാഗീയതകളെ, പരസ്പരമുള്ള കമ്മ്യൂണൽ റയോട്ടിനെ ഏറെ പെരുപ്പിച്ച് നമ്മൾ പറയും, സംഭവിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നാൽ അതിനേക്കാളുപരി സഹസ്രാബ്ദങ്ങളായി ഏറ്റവും സ്നേഹത്തിൽ കഴിയുന്ന മനുഷ്യർ ഇല്ലേ? നമുക്ക് ശത്രുതയുണ്ടോ? നമുക്ക് വിരോധമുണ്ടോ? നമ്മൾ കടാരി എടുത്തിട്ടുണ്ടോ? നമ്മളൊരു നൈൽ കട്ടർ ഉപയോഗിച്ചു പോലും മനുഷ്യരെ ഉപദ്രവിക്കണമെന്ന് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ? ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ അന്യായമായി നമുക്ക് അവകാശമുണ്ടോ? ഇല്ല എന്നതാണ് മതത്തിന്റെ കാതലെങ്കിൽ മതമെന്ത് എന്ന ഗൗരവമായ പഠനം ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ പ്രബോധകനാണ് ഈ ഉള്ളത്. നിങ്ങൾക്കറിയാം, ഇസ്ലാമിക പ്രബോധന രംഗത്ത് എന്റെ കഴിവ് എത്ര കാലമായി ഉപയോഗിക്കുന്നു, ആ കാലയളവൊക്കെയും മാനവിക മൈത്രി, മനുഷ്യ സാഹോദര്യം, ഏത് മതവും നിങ്ങൾ വിശ്വസിച്ചോളൂ, എന്റെ മതമാണ് ശരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് തുറന്നു പറയുന്നു. മറ്റൊരു മതം അത് ശരിയാണെന്ന് വിശ്വസിക്കാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അവകാശമുണ്ട്. ക്രിസ്ത്യാനിറ്റിയാണ് ശരി എന്ന് വിശ്വസിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് അവകാശമുണ്ട്. പിന്നെ എവിടെയാ പ്രശ്നം? ജൈനമതം, ബുദ്ധമതം, കൺഫ്യൂഷ്യനിസം ഒരുപാട്. അദ്വൈത സിദ്ധാന്തമാണ് ശരിയെന്ന് ശങ്കരാചാര്യർ, ദ്വൈത സിദ്ധാന്തമാണ് ശരിയെന്ന് മാധ്വാചാര്യൻ, വിശിഷ്ടാദ്വൈതമാണ് ശരിയെന്ന് രാമാനുജൻ. ഒരേ മതസമൂഹത്തിലെ പറയും. ഇതിനെല്ലാം അവകാശമുള്ള ഒരു നാട്, ദ പ്രിയാമ്പിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. എന്താ മൗലിക അവകാശം? എനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും അത് ആചരിക്കുവാനും അതിനനുസൃതമായി ആ മതത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. വളരെ ഗൗരവമായ 3 പോയിന്റ് ഒന്ന് മനസ്സിലാക്കുക. എനിക്ക് ഒരാശയം ശരിയല്ല എന്നൊന്ന് തോന്നി, മഹാത്മാഗാന്ധിയുടെ ഒരു വാക്കുണ്ട്. ഇന്ത്യയിൽ 1924 ശേഷം മഹാത്മാഗാന്ധി പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവായി. മഹാത്മാഗാന്ധി പറയും, ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവായി? ഒന്ന്, അടിസ്ഥാനപരമായി ഞാൻ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു, ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു. അതിന്റെ പാരമ്പര്യങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഹിന്ദുവായത്. പിന്നെ എന്റെ ധാർമ്മികതയെ ആ മതം ഹനിക്കാത്ത കാലത്തോളം എന്റെ മനുഷ്യത്വത്തെ, അപാരമായ വാക്കുകളാണ്, എന്റെ മനുഷ്യത്വത്തെ, എന്റെ മാനവികതയെ ആ മതം ഹനിക്കാത്ത കാലത്തോളം ഞാൻ അതിൽ തുടരുകയും ചെയ്യും. എന്ന് മാനവികതക്കും എന്ന് ധർമ്മത്തിനും ആ മതം എതിരാകുന്നുവോ അന്ന് ഞാൻ ആ മതം കൈയൊഴിയുകയും ചെയ്യും. എത്ര ഫ്ലെക്സിബിലിറ്റിയുള്ള കാഴ്ചപ്പാടുകളാണ്. ഞാൻ ഇസ്ലാമായി, മുസ്ലിമായി, ഈ വിശ്വാസവും ഈ ആചാരവും ഈ വേദഗ്രന്ഥവും ശരിയല്ല എന്നെനിക്ക് എപ്പോൾ തോന്നുന്നുവോ അതിനേക്കാൾ ബെറ്ററായ മറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ അത് സ്വീകരിക്കാൻ എനിക്ക് അവകാശമുണ്ട്. അതിന്റെ പേരിൽ എന്റെ സമുദായം എനിക്ക് നേരെ വാളെടുക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ ഭരണഘടന ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ ഒരാശയം. ആധുനിക ഇന്ത്യ നമ്മൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഞാനും നിങ്ങളും സത്യസന്ധമായാണ് ഇതിനെ സമീപിക്കുന്നതെങ്കിൽ, സത്യസന്ധമായാണെങ്കിൽ, ഓം അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. ഇതെല്ലാവർക്കും പരിചയമുള്ള ശ്ലോകങ്ങളാണ്. എന്താ ഓം എന്ന് പറഞ്ഞാൽ? എന്നെങ്കിലും നമ്മൾ അതൊന്ന് ആധികാരികമായി പഠിച്ചിട്ടുണ്ടോ? ഓം എന്ന് നമ്മൾ ഉച്ചരിക്കുന്നു, ഞാനും നിങ്ങളൊക്കെ ഉച്ചരിക്കാറുണ്ട്. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. വിശ്വവിജ്ഞാന കോശത്തിൽ, സംസ്കൃത നിഘണ്ടുവിൽ ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം, അഥവാ ലോകത്തിന്റെ നാഥൻ, പ്രപഞ്ചനാഥൻ. ആ നാഥനോട് പറയണെന്ത്? അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് നീ എന്നെ സത്യത്തിലേക്ക് എത്തിക്കണമേ. തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്. കണ്ടോ, വിശുദ്ധ ഖുർആനിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥം എന്നാണ് ഖുർആനെ സംബന്ധിച്ച് പറയുന്നത്. ദൈവം തമ്പുരാൻ പരിചയപ്പെടുത്തുന്ന അങ്ങനെയാണ്.
അപ്പൊ ഇരുട്ട് നീക്കി വെളിച്ചമുണ്ടാകണം. വെളിച്ചത്തിനാണല്ലോ മതം. ആ പറഞ്ഞേ ഈ ലൈറ്റിനെ കുറിച്ചല്ല പറയും. മനുഷ്യന്റെ മനസ്സിലെ ഇരുട്ട് മാറ്റി മനുഷ്യന്റെ മനസ്സിനെ, ചിത്തത്തെ ശുദ്ധീകരിക്കുക എന്ന, അതാണ് നേരത്തെ പറഞ്ഞ അശര്യമത് വദ്യതീ തദൈവജാന്യ, ആത്മാവിനെ കുറിച്ചുള്ള പരാമർശം. ലോകത്തിലെ വേദങ്ങളെല്ലാം ആത്മാവിനെ കുറിച്ച് ചെറിയ രൂപത്തിലാണെങ്കിലും പരാമർശിക്കുന്നുണ്ടല്ലോ. ആ ആത്മശുദ്ധി ഉണ്ടാകാൻ എന്താ വേണ്ടത്? ഞാൻ നന്നാവണം, നിങ്ങൾ നന്നാവണം. ഇന്ത്യൻ പാർലമെന്റിൽ, ഇന്ത്യയുടെ പാർലമെന്റ്, ആ പാർലമെന്റിൽ മനോഹരമായ ഒരു ഖുർആനിന്റെ വചനം എഴുതി വെച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം 11-ാമത്തെ വചനം. ഇന്ത്യയുടെ പാർലമെന്റിൽ, നമ്മുടെ പാർലമെന്റിൽ എന്താ വാചകം? ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അറബിയാണ്. സംസ്കൃതം നിങ്ങൾ കേൾക്കുന്നു. സംസ്കൃതവും അറബിയും ഒക്കെ പടച്ചോന്റെ ഭാഷയാണ്. ലോകത്തിന്റെ നാഥന്റെ ഭാഷയാണ്. ലോകത്തിലെ എല്ലാ ഭാഷകളും ദൈവികമാണെന്നാണ് ഖുർആൻ. ഖുർആനിലെ 30-ാം അധ്യായം 22, 23, 24 വചനങ്ങൾ. ലോകത്തിലെ എല്ലാ ഭാഷയും ദൈവികമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭാഷ മറ്റുള്ള ഭാഷയെ അടിച്ച് ഇരുത്തുകയോ അതിനെ തകർക്കുകയോ ചെയ്യേണ്ടതില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലും ആ സമൂഹത്തിനൊരു ഭാഷയുണ്ടാവും. സംസ്കൃതം അങ്ങനെ ഉണ്ടായതാണ്, മലയാളം അങ്ങനെയുള്ളതാണ്. ഏത് ഭാഷയും ഒന്നൊന്നിൽ നിന്ന് രൂപപ്പെട്ടിട്ടുണ്ടാവാം. എല്ലാം ദൈവികമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് കേട്ടോളൂ. വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം 11-ാമത്തെ വചനം എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യുഗയ്യിർ മാ ബിഖൗമിൻ. ഒരു ജനത, ഈ പാറക്കടവ് നാദാപുരം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം, കല്ലാച്ചിയിലും കക്കട്ടിലും ഒക്കെ മുസ്ലിങ്ങളുണ്ട്, കുറ്റ്യാടിയിലുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ ജാതി മതഭേദമന്യേ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. നമ്മൾ എല്ലാവരും ഇവിടെ ജീവിക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ പരാമർശം എന്താ അറിയോ? ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം നാം അവരെ മാറ്റുകയില്ല. മാറാൻ അവർ തയ്യാറാവണം. നാട്ടിൽ വർഗീയത ഉണ്ടാകുന്നു, ഇല്ലാതാകണം. മനുഷ്യരിടപെട്ടില്ലാതാകണം. അതിന് മനുഷ്യന്റെ മനസ്സ് നന്നാവണം. മനുഷ്യന്, പ്രവാചകന്റെ ഒരു വചനമുണ്ട്, ലോകത്തെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വചനമായി എന്റെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുള്ള വലിയൊരാശയം. അല മനുഷ്യരെ നിങ്ങൾ അറിയണം. മനുഷ്യ, ബാല, സുരേന്ദ്ര, ദേവ, ആയിഷ, ആമിന, അബൂബക്കറെ നിങ്ങൾ അറിയണം. നിങ്ങളുടെ ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ ശരീരത്തിലും ഒരു മാംസപിണ്ഡമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി. അത് കേടുവന്നാൽ ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അത് നിങ്ങളുടെ ഹൃദയമാണ്. നമ്മൾ പറയാറുണ്ട് അയാളെ ഹൃദയം ശരിയല്ല. ഹൃദയം ശരിയല്ല എന്ന് പറഞ്ഞാൽ അവിടെ മിടിക്കണില്ല എന്നാണോ? രക്തചംക്രമണമില്ല എന്നാണോ? അല്ല, അയാളുടെ മനസ്സ് ശരിയില്ല എന്നാണ് ആ പറഞ്ഞത്, അല്ലെ? അയാളെ ഹൃദയം കറുത്തത്, നല്ല ഹൃദയത്തിന്റെ ഉടമയാണ്. മോനെ, നീയൊന്ന് നെഞ്ചത്ത് കൈവച്ച് പറ. ഏത് അമ്മയും പറയുന്ന വാക്ക്, ഏത് ഉമ്മയും പറയുന്ന വാക്ക്. മോനെ, നീയൊന്ന് നെഞ്ചത്ത് കൈവച്ച് പറ. അപ്പൊ നെഞ്ചിന്, ഹൃദയത്തിന് എന്തോ പ്രാധാന്യമുണ്ട്. ആ ഹൃദയം നന്നായാൽ മനുഷ്യരെ നിങ്ങളൊക്കെ നന്നാകുന്നു. ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ആലോചിച്ചോ. നമ്മുടെ രാജ്യം നിങ്ങൾക്കറിയോ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച കാലം, അത്ഭുതകരമായ കാലം. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ഇവിടുത്തെ ഹിന്ദുവും മുസ്ലിമും 41 കോടി മനുഷ്യർ, അക്കാലഘട്ടത്തിലെ എല്ലാ മതവിഭാഗവും ഒന്നിച്ച് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് കെട്ടുകെട്ടിച്ചു. എല്ലാവർക്കും അറിയാലോ. അന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ചിന്തയല്ല ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും വേദനയുണ്ട്. ഈശ്വരൻ സാക്ഷി, ആത്മാർത്ഥതയില്ലാത്തൊരു വാക്ക് ഈ വേദിയിൽ എന്നല്ല ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെ മനസ്സിന്റെ ഉള്ളിൽ തട്ടി ഞാൻ പറയുന്നു. 1947 തലേ ദിവസം, 1947 ഓഗസ്റ്റ് 14-ാം തീയതി അർദ്ധരാത്രി മൗണ്ട് ബാറ്റൻ പ്രഭുവിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റുവാങ്ങുമ്പോ, ആ സ്വാതന്ത്ര്യം സായിപ്പിൽ നിന്ന് ഏറ്റുവാങ്ങാൻ മഹാത്മാഗാന്ധി ഉണ്ടായിട്ടില്ല. മഹാത്മാഗാന്ധി എവിടെയായിരുന്നു? മഹാത്മാഗാന്ധിക്ക് ഉജ്ജ്വലമായൊരു ബോധമുണ്ടായിരുന്നു. മഹാത്മാഗാന്ധി മുസ്ലിമല്ല. മഹാത്മാഗാന്ധി പറഞ്ഞത്, ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു ഹിന്ദുവാണ്. മരിക്കുമ്പോൾ അദ്ദേഹം ഉച്ചരിച്ച വാചകം ഹരേ റാം എന്ന വാചകം ഉച്ചരിച്ചുകൊണ്ടാണ്. രാമ രാമ എന്ന് വിളിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാത്മാഗാന്ധി പറഞ്ഞത് വളരെ മനോഹരമാണ്. എന്റെ പ്രിയപ്പെട്ട മനുഷ്യ സഹോദരങ്ങളെ, എന്റെ മുമ്പിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യനല്ല, മനുഷ്യരാണ് ഇവിടെയുള്ളത്. അച്ഛനമ്മമാർ ജന്മം നൽകി വളർത്തിയ ഈ രാജ്യത്തിന്റെ ചൂടും ചൂരുമറിയുന്ന, ഈ രാജ്യത്തിന്റെ സൗഹൃദമൊരുക്കേണ്ട, ഈ രാജ്യത്ത് സ്നേഹവും ആർദ്രതയും അലിവും അനുകമ്പയും സഹാനുഭൂതിയും
സാവർത്തിത്വവും മേച്ചിൽപ്പുറങ്ങളായി സ്വീകരിക്കേണ്ട അങ്ങ് അപ്പുറത്തെ അഹമ്മദാജിയുടെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടാൽ ഓടിയെത്തേണ്ട മാധവന്റെ വീട്ടിൽ നിന്ന് അമ്മയുടെ കരച്ചിൽ കേട്ടാൽ ഓടിയെത്തേണ്ട സുബേറെ നീയും ഞാനും അടങ്ങുന്ന ഈ ഇന്ത്യ എന്തായിരുന്നു എന്ന തിരിച്ചറിവ് ആധുനിക ലോകത്തിലെ മനുഷ്യർക്കുണ്ടാകണം. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി 15 നമ്മൾ സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടി. അന്ന് ഇന്ത്യയിലെ പരമോന്നതമായി ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള രാഷ്ട്രീയ നായകന്മാർ ഡൽഹിയിൽ അങ്ങ് സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങാൻ നിന്നപ്പോ നവഗാലി ജില്ലയിലായിരുന്നു ആ മനുഷ്യ സ്നേഹി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന പോർബന്തറിൽ ജനിച്ച, ഗുജറാത്തിന്റെ ചൂടും ചൂരുമറിയുന്ന സബർമതിയെ രചനാപരമായി ഉപയോഗിച്ച മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തെ മഹാത്മാവെന്ന് വിളിച്ചു. അദ്ദേഹം മഹാത്മാവായിരുന്നു. ആ മഹാത്മാഗാന്ധി നവഗാലി ജില്ലയിലായിരുന്നു. കാരണം ഗാന്ധിജി ഭയപ്പെട്ട ഒരു പ്രധാന കാര്യമുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുന്നതിൽ ഹിന്ദുവും മുസ്ലിമും വ്യത്യസ്ത ശരീരമാണെങ്കിലും ഒരൊറ്റ മനസ്സോടെ പൊരുതി ഡിവൈഡ് ആൻഡ് റൂൾ, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തെ മഹാത്മാഗാന്ധി ദീർഘദർശനം ചെയ്തു. മഹാത്മാഗാന്ധി മനസ്സിലാക്കി ഇന്ത്യ സ്വതന്ത്രമായി ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചാൽ പിന്നെ വരാനിരിക്കുന്നത് അധികാരത്തിന്റെ വടംവലിയായിരിക്കും. അവിടെ പലതും ഉദയം ചെയ്യും. അവിടെ അസൂയ ഉണ്ടാകും, അവിടെ വിദ്വേഷമുണ്ടാകും, അവിടെ പാരമ്പര്യവാദങ്ങൾ ഉണ്ടാകും, അവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഈ ഹിന്ദു മുസ്ലിമിന്റെ ഐക്യം തകർന്നു പോകും. അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള ഹിന്ദുവും മുസ്ലിമും ഒറ്റക്കെട്ടാണെങ്കിൽ, അവർ ഒരുമയോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അവർ അച്ഛന്റെ അമ്മയുടെ മക്കളായിട്ടുണ്ടെങ്കിൽ, ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം, മാധവ സുരേന്ദ്ര നീയും ഞാനും ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ, ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങിയവർ, ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിച്ചവർ, ഒരേ ഭൂമുഖത്ത് ജീവിച്ചവർ, അമ്മമാർ നൊന്ത് പ്രസവിച്ചവർ, അതിന്റെ വേദന അനുഭവിച്ചവർ, അതിന്റെ നൊമ്പരങ്ങൾ അനുഭവിച്ചവർ. മനുഷ്യരെ തമ്മിൽ ഭിന്നിക്കരുതേ, മതമേതായാലും മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും മനുഷ്യൻ മതത്തിന്റെ പേരിൽ തമ്മിൽ തെല്ലരുതേ, നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ. മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, മഹാത്മാഗാന്ധിയുടെ വാക്കാ ഞാൻ പറയും, എന്റെ വാക്കല്ല. എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി അവതാളത്തിലാണ്. നിങ്ങൾ അറിയുക, നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ ബലിദാനമായി നൽകും എന്നും മരിക്കുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട്, ഇന്ത്യയിലെ ഹൈന്ദവരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നവഗാലി ജില്ലയിൽ രൂപപ്പെട്ട ഹിന്ദു മുസ്ലിം വൈരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഓടി നടന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർക്കാൻ ഭാരതീയരെ, മുസ്ലിങ്ങളെ, ഈ രാജ്യത്തിന്റെ ചൂടും ചൂരുമറിഞ്ഞവരെ, ഈ രാജ്യത്തിന്റെ പൗരസ്വാതന്ത്ര്യം ആസ്വദിച്ചവരെ, ഈ രാജ്യത്തിന്റെ ഗിവൻ ടേക്ക് പോളിസി സ്വീകരിച്ചവരെ, ഈ രാജ്യത്തിന്റെ പൈതൃകം അറിഞ്ഞവരെ, ഈ രാജ്യത്തിന്റെ ഒറ്റക്കെട്ടായ സഹിഷ്ണുത അറിഞ്ഞവരെ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞവരെ, ബുദ്ധിശാലികളെ, ആരാ നമ്മളെ തമ്മിൽ തെളിയിച്ചത്? ആരാ നമ്മളെ പരസ്പരം അറിയാത്തവരാക്കിയത്? ആരാ നമ്മളെ പരസ്പരം പേടിക്കുന്നവരാക്കിയത്? ആരാ നമ്മളെ അസഹിഷ്ണുക്കളാക്കിയത്? കേട്ടോ നിങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ദീനരോധനങ്ങൾ നിങ്ങൾ കേട്ടോ, കലാപങ്ങളുടെ ദീനരോധനങ്ങൾ, വിധവകളുടെ കരച്ചിലുകൾ, അനാഥ മക്കളുടെ നൊമ്പരങ്ങൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടോ? എന്റെ കാതുകളിൽ എന്നുമുണ്ട് ആ അനാഥ മക്കളുടെ ദീനരോധനങ്ങൾ, ആ അനാഥ മക്കളുടെ ദീനരോധനങ്ങൾ. സഹോദരങ്ങളെ, അവിടെയാണ് ചില കാര്യങ്ങൾ ഗൗരവമായി ഞാൻ പറയുന്നത്. വേദം പഠിച്ചിട്ടുണ്ടോ? വേദം പഠിച്ചിട്ടുണ്ടോ? ആത്മാർത്ഥമായി ഞാൻ ചോദിക്കാൻ, ഗീതയിലെ 18 അധ്യായത്തിലൂടെ ഒരിക്കലെങ്കിലും മനസ്സ് വായിപ്പിച്ചിട്ടുണ്ടോ? ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ്. ബല, ഭാസ്കര, സുരേന്ദ്ര വായിച്ചിട്ടുണ്ടോ? ഹിന്ദുവായി ജീവിച്ചു, അയ്യപ്പ ഭക്തനായി ജീവിച്ചു, വ്യത്യസ്ത ക്ഷേത്രങ്ങളിലെ അംഗങ്ങളായി. ശരി, വേദഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സ്വാമി ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാചകങ്ങൾ വായിച്ചിട്ടുണ്ടോ? സ്വാമി വിവേകാനന്ദൻ ചതുർവേദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, മനുഷ്യരെ, ദൈവപ്രോക്തമായ ഗ്രന്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചതുർവേദത്തെയും സ്വാമി ദയാനന്ദ സരസ്വതിയും അത് ഉപനിഷത്തുക്കളെ കുറിച്ചും പറഞ്ഞു. അവർ ഇതിനൊക്കെ ഇതെന്താണ് ഈ സത്ത്? ഇതെന്താണ്? ഖുർആൻ എന്താണ്? അറിഞ്ഞുകൂടാ. അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആൻ പറഞ്ഞു. അത്രേ അത്ഭുതകരമാണ്. എവിടെയാ വാചകം? ഇല്ല സുഹൃത്തുക്കളെ.
ഞാൻ വളരെ തുറന്നു പറയും, നിങ്ങൾ ഒരു വലിയ സമ്മേളനത്തിൽ, വലിയ സമ്മേളനം ഞങ്ങൾ സ്വാമിജിമാരെ വിളിക്കാറുണ്ട്, നിങ്ങൾക്കറിയാം. അതുപോലെ പള്ളിയിലച്ചന്മാരെ വിളിക്കാറുണ്ട്, എല്ലാ പാർട്ടിക്കാരെയും വിളിക്കാറുണ്ട്. എന്തിനാ അത്? എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു. എല്ലാവരും പറയണം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ക്ഷണിച്ചതും. നമ്മൾ അറിയണം ചിലത്. നമ്മൾ അറിയാതെ പോയാൽ നാളെ ഇന്ന് പിച്ച വെച്ച് നടക്കുന്ന നമ്മുടെ മക്കളില്ലേ, എന്റെ മകൾ സുമയ്യയും ബാബുവേട്ടന്റെ ഇവിടുന്ന് കല്യാണം കഴിച്ച ആളാണ് എന്റെ അയൽവാസി ബാബുവേട്ടൻ. ഈ പാറക്കടവിൽ നിന്ന് കല്യാണം കഴിച്ച ആളാണ്. ബാബുവേട്ടന്റെ മോൻ മുത്തുവും എന്റെ ചെറിയ മോളും കൈപിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നാളെ അവളുടെ കൈവെട്ടാൻ, അവന്റെ കൈവെട്ടാൻ എന്റെ മക്കൾ വന്നുകൂടാ, നിങ്ങളുടെ മക്കൾ വന്നുകൂടാ. എന്താ വഴി? ഞാൻ മുസ്ലിം അല്ലാതെ ഹിന്ദു ആകണമെന്നാണോ? അല്ല. ഹിന്ദു മുസ്ലിം ആകണമെന്നാണോ? അല്ല. പിന്നെ എന്താ? നമ്മൾ മനുഷ്യരായാൽ മതി. നമ്മൾ മനുഷ്യരായാൽ മതി. അതിനെന്താ വേണ്ടത്? അതിനാണ് ഞാൻ പറയുന്നത്, വേദം എന്താണെന്ന് പഠിക്കാൻ. എന്താണ് വേദങ്ങൾ? ആരാണ് പ്രവാചകന്മാർ? ആരാണ് ഋഷീശ്വരന്മാർ? ആരാണ് പ്രപഞ്ചനാഥൻ? ഏറ്റവും പ്രധാനമായി ഞാൻ ഈയിടെ ഒരു ട്രെയിനിലെ യാത്ര ചെയ്യാണ്. ആ ട്രെയിനിലെ യാത്രയിൽ ഒരാൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഒരുപാട് അനുഭവങ്ങളിൽ ഒരനുഭവം മാത്രം പറയും. എന്റെ താടി നിങ്ങൾക്കറിയാലോ, കുറച്ച് നീളമുള്ള താടിയാണ്. എന്റെ ഡ്രസ്സ് അതും നിങ്ങൾക്കറിയാം. എന്റെ മുണ്ട് ഒരിക്കലും നരിയാണിയുടെ താഴെ പോവില്ല. എന്തുകൊണ്ട് പോവില്ല? ഞാൻ വർഗീയവാദിയായിട്ടാ? അല്ല. എന്റെ പ്രവാചകൻ പറഞ്ഞു, മുണ്ട് നരിയാണിയുടെ മേലെ പുരുഷന്മാരുടുക്കണം, സ്ത്രീകൾ താഴ്ത്തി ഉടുക്കണം എന്ന് പറഞ്ഞു. അതേ ഉള്ളതില്ലേ? അതൊരാൾക്കും എതിരല്ല. ഒരു ഡ്രസ് കോഡ് മതം നിശ്ചയിക്കുക. അപ്പോ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വിചാരിക്കുക. ഉദാഹരണമാണ് യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം എന്താ? ദൈവത്തിന് പ്രതിമയില്ല എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് പ്രതിമയില്ല. അപ്പൊ ആ വാചകം വായിക്കുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ആ വാചകം എനിക്കൊരു ഉണർവ് നൽകും. അത് തന്നെയാണ് ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഡ്രസ് കോഡ് നിശ്ചയിച്ചു. എന്ത് ഡ്രസ്സ് ധരിക്കണം? ആ ഡ്രസ്സ് ദൈവം പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ധരിക്കുന്നത്. അതൊരു മതത്തിനെതിരല്ല. ദൈവം പറഞ്ഞു, ആ ദൈവത്തിന്റെ ഭക്തനായ ആള് ആ ദൈവം പറഞ്ഞ പോലെ ജീവിക്കുന്നു. മീശ വെട്ടി ഒതുക്കാൻ പറഞ്ഞു, താടി നീട്ടാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ യതസ്മിൻ അന്തരേ മ്ലേച്ഛാചാര്യേണ സമുന്നിത മഹാമത് ഇതിക്യാത ശിഷ്യശാഖാ സമുന്നിതം. അങ്ങനെ ഇരിക്കുമ്പോ വിദേശീയനായ ഒരു ആചാര്യൻ ലിംഗഛേദശിഖാഹീന മുസ്ലിമീങ്ങളെ കുറിച്ച് പറയണം, അവൽ ചേലാകർമ്മം ചെയ്യും, താടി നീട്ടും. ഇത് പ്രവാചകന്റെ നടപടിയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും താടിയുള്ളവരായി. ഇപ്പൊ ഗുരു നിത്യചൈതന്യയതി, നമ്മുടെ കേരളത്തിൽ ചട്ടമ്പി സ്വാമികൾ, നിങ്ങൾക്കറിയാം, രവീന്ദ്രനാഥ ടാഗോർ, അവരുടെയൊക്കെ താടി എത്ര മനോഹരമാണ്, എത്ര സമൃദ്ധമാണ്. എന്താ അതിന്റെ പിന്നിൽ? തീവ്രവാദമല്ല, ഭീകരവാദമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ താടിയൊക്കെ ആയിട്ട് ഇരുന്നപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, ഞാൻ അയാളോട് ചിരിച്ചിട്ടും അയാൾ എന്നോട് ചിരിച്ചില്ല. ഞാൻ അയാളെ കുറ്റം പറയില്ല. കാരണം അങ്ങനെയാ പഠിപ്പിക്കപ്പെട്ടത്. മീഡിയകൾ അങ്ങനെയാ ഉള്ളത്. തീവ്രവാദികളൊക്കെ താടിയുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. അവിടെയാണ് തെറ്റുധാരണകൾ തിരുത്തിയാൽ നാളെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. നമുക്കൊരിക്കലും ഒരാളെ പറ്റി ഒരഭിപ്രായ ഭിന്നത ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ നാട്, ഞാൻ ജീവിക്കുന്ന എന്റെ നാട്ടിൽ എന്നെ കുറിച്ച് എന്റെ നാട്ടിൽ ഒരു മുസ്ലിമും ഞാനൊരു വർഗീയവാദി എന്ന് പറയില്ല. മറിച്ച് ആ നാട്ടിലെ എന്ത് പ്രശ്നത്തിലും ആദ്യത്തെ ആളായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെയാണ് നാട്ടിൽ ഇന്ന് വരെ. എന്ത് കാര്യമാവട്ടെ, ഏത് മനുഷ്യന്റെ വിഷയമാകട്ടെ, അത് നന്മയാണോ, ആ നന്മയിൽ ഏത് കാലത്തും മുന്നിൽ നിൽക്കുന്നു. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്റെ താടി കണ്ടപ്പോ എന്തേ അദ്ദേഹം ചിരിക്കാതിരുന്നത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കും. കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹം പറഞ്ഞു, ചിരിക്കൂല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചിരിക്കൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നാൽ നിങ്ങൾ എന്റെ മടിയിലേക്കായിരിക്കും വീഴുക. എനിക്കൊരു അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ മടിയിലേക്കായിരിക്കും വീഴുക. മനുഷ്യരെന്ന നിലക്ക് 9 മണിക്കൂർ യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ അയാൾക്ക് അത് വളരെ ഹൃദ്യമായി, അയാളത് സ്വീകരിച്ചു. അയാൾ എന്നോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊരു ദൈവവിശ്വാസിയാണ്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ശക്തനായ ദൈവവിശ്വാസിയാണോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. എന്റെ ദൈവവിശ്വാസം ഞാൻ നിങ്ങളോട് പറയാം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവവിശ്വാസം എന്നോടും പറയാം. എന്റെ ദൈവവിശ്വാസം നിങ്ങളെയും, ഈ ട്രെയിനിൽ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെയും, ഈ ട്രെയിനിലെ മുഴുവൻ മനുഷ്യരെയും, എന്നെയും, ആകാശഭൂമികളെയും, അതിലെ സർവചരാചരങ്ങളെയും, 714 കോടി മനുഷ്യരെയും
ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്ത് വരെയുള്ള സകല ബ്രഹ്മാണ്ടത്തിലെ അചേതനങ്ങളും സചേതനങ്ങളുമായ സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് അതിനെ സംവിധാനിച്ച് അതിനെ സംഹരിക്കുന്നവൻ ആരാണോ അവനാണ് എന്റെ ദൈവം. ഇനി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പറ്റി പറഞ്ഞോളൂ. സത്യസന്ധനും നിഷ്കളങ്കനുമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. ഞാൻ എന്റെ അച്ഛനും അമ്മയും ഗുരുവായൂരപ്പന്റെ ഭക്തരായിരുന്നു. പിന്നെ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എനിക്ക് ലീഡറെ വലിയ ഇഷ്ടമായിരുന്നു. കെ കരുണാകരൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്. ഗുരുവായൂരപ്പൻ ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് വളരെ ശാന്തമായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരാ നമ്മുടെ ദൈവം? ആരാ നമ്മുടെ യഥാർത്ഥത്തിൽ ലോകത്ത് ഏതെങ്കിലും ഒരു മതവിശ്വാസി എന്നിട്ട് പറയൂ 33 കോടി ദൈവമുണ്ട്? ഇല്ല. എല്ലാരും പറയണു ഏകം സത് ബഹുധാ വിപ്രാവദന്തി യോ ദേവാനാം നാമധായേകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം, ലോകത്തിന്റെ നാഥൻ, ഏകനായ നാഥൻ. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാത്രപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവഹണ സ്തോത്രത്തിലെ മനോഹരമായ വചനമാണ്. 5 തവണയാണ് ദൈവം ഏകനാന്ന് പറയും. ത്വമേകം ശരണ്യം ത്വമേകം, എന്റെ പ്രാർത്ഥനകളകിലവും ഏകനായ പ്രപഞ്ചനാഥ നിന്നോടാണ്. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ഈ മഹാജഗത്തിന്റെ ജഗതീശ്വരനാണ് നീ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ലോകത്തിലെ സകല മനുഷ്യരുടെയും ദൈവം ഒന്നാണെന്ന് വന്നാൽ എന്താ കുഴപ്പം? ലോകത്തിലെ സകല സൃഷ്ടികളുടെയും സർവശക്തൻ കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ മഠം, പുറന്നാട്ടുകര, തൃശൂർ. അതിന്റെ മേൽവിലാസമാണ്. ആ പുസ്തകത്തിലെ 21-ാം അധ്യായം 148-ാമത്തെ പേജ്, നിങ്ങൾ ആരും 3-ാമത്തെ പാരഗ്രാഫിൽ 1-2 വരികൾ. എന്താ അതിലുള്ളതെന്നറിയോ? കെ പരമേശ്വരൻ പിള്ള പറയാൻ, ഒരു ദേവിക്കും ദേവനും മനുഷ്യനെ സ്വന്തമായി സഹായിക്കാൻ കഴിയില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദേവിക്ക് സാക്ഷാൽ ഈശ്വരൻ കഴിവ് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത്, ലോകത്തിന്റെ മുഴുവനും പ്ലാവും മാവും തെങ്ങും കവുങ്ങും ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം സൃഷ്ടിച്ച ലോകത്തിനൊരു സൃഷ്ടാവുണ്ടല്ലോ. ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേക ആസീത് സതാധാര പൃഥ്വിയും ദ്യാമുദേവായ. വേദകരം ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയാണ്, ആകാശഭൂമികളെയും അതിനിടയുള്ളതിനെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ, സർവചരാചരങ്ങളും അവനെ ആശ്രയിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, ലോകം മുഴുവനും ഏതൊരു സൃഷ്ടാവിനെയാണോ ആരാധിക്കുന്നത് അവന്റെ മുമ്പിൽ നിങ്ങൾ അവിസർപ്പിക്കുക, അവനെ ആരാധിക്കുക. നിങ്ങൾ ആരെ ആരാധിക്കേണ്ടത്? നിങ്ങളുടെ സൃഷ്ടാവിനെ. വളരെ സിമ്പിൾ. എന്നെ സൃഷ്ടിച്ചതാരാ? മുഹമ്മദ് നബി അല്ല, മൊയ്തീൻ ഷെയ്ഖ് അല്ല, മമ്പറന്തങ്ങളല്ല, ഉള്ളാളന്തങ്ങളല്ല. എന്നെ സൃഷ്ടിച്ചത് ലോകത്തിന്റെ നാഥനാകുന്നു. ആരാ സൂര്യനെ സൃഷ്ടിച്ചത്? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചതാരാ? നിങ്ങൾക്കറിയാം, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 8-ാമത്തെ പുത്രനാകുന്നതിന് മുമ്പ് 7 പുത്രന്മാരിവിടെ ജനിച്ചുവല്ലോ. ദേവകി ഇവിടെ ഉണ്ടായിരുന്നുവല്ലോ, അല്ലേ? കൈകേയി, കൗസല്യ, പുത്ര സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് ഗർഭം ധരിച്ച് 4 പേർക്ക് ജന്മം നൽകി. അപ്പൊ അവർ ഈ ഭൂമുഖത്തുണ്ടല്ലോ ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ്, യേശു ക്രിസ്തു കന്യാമറിയമിന്റെ പുത്രനായി ജനിക്കുന്നതിന് മുമ്പ് എന്റെ മാധവട്ട ആകാശവും ഭൂമിയുമില്ലേ? സൂര്യനും ചന്ദ്രനുമില്ലേ? നക്ഷത്രങ്ങളും ഗാലക്സികളുമില്ലേ? കാട്ടാറുകളില്ലേ? കാനനങ്ങളില്ലേ? ആര് സൃഷ്ടിച്ചു അതിനെ? ആരാ അതിനെ സൃഷ്ടിച്ചത്? അവനെയാണ് ലോകത്തെ വേദങ്ങൾ പരിചയപ്പെടുത്തിയത്. ലോകത്തിലെ വേദങ്ങൾ, യജുർവേദത്തിലെ 13-ാം പർവം, 5-ാമത്തെ പർവം, 13-ാമത്തെ ശ്ലോകം എടുത്തു പരിശോധിച്ചു നോക്ക് നിങ്ങൾ. 21 വരെയുള്ള ശ്ലോകം. ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്? ഏകനായ ഈശ്വരൻ. അവനെയാണ് നിങ്ങൾ അവിസർപ്പിക്കേണ്ടത്, ആരാധിക്കേണ്ടതെന്ന് പറയും. യക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസത്തെ യശ്രോത്രേണ നശ്രുണോതി ശ്രോതമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസത്തെ. ഭക്തവത്സല,
അവിടെ പറയുന്നറിയോ, ഒരു രൂപത്തെ, ബിംബത്തെ, ഒരു പ്രതിമയെ, ഒരു മഹാന്റെ പ്രതിമയെ അത് വെച്ച് ആരാധിക്കുന്നവരോട് കേനോമനിഷത്തിന്റെ പ്രഥമവല്ലിയിലെ 6-7 ശ്ലോകത്ത് പറയണത്, നീ കൈകൂപ്പി നിൽക്കുന്ന ഈ വിഗ്രഹം നിന്റെ ഈശ്വരനല്ല, ആ നിനക്ക് കാഴ്ച നൽകുകയും ഈ ലോകത്തെ സൃഷ്ടിക്കുകയും ചെയ്ത സാക്ഷാൽ ഈശ്വരൻ, പ്രപഞ്ചത്തിന്റെ നാഥൻ. ആരാ സൂര്യനെ ഉദിപ്പിക്കുന്നത്? ആരാ ചന്ദ്രന് നിലാവലകൾ നൽകുന്നത്? ആരാ ഈ ഭൂമി? ഒറ്റ വാചകം കൊണ്ട് ഞാനത് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. മാനവകുലം ഈ ഭൂമുഖത്ത് ഭൂജാതമാകുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ടവരെ ആകാശവും ഭൂമിയുമുണ്ട്. ആകാശവും ഭൂമിയുമുണ്ട്. അതാര് സൃഷ്ടിച്ചു? അതാണ് വർഗീയതയില്ലാത്ത ലോകത്തിലെ വിശ്വാസം. എന്റെയും നിങ്ങളുടെയും ദൈവമൊന്ന്. അവനാണ് നമുക്ക് വായു നൽകുക. അവന്റെ വായുവാണ് നമ്മൾ എന്റെ മൂക്കിലൂടെ പുറത്തേക്ക് പോകുന്ന ഉച്ഛ്വാസവായു ഈ സ്റ്റേജിലിരിക്കുന്നവർ ശ്വാസവായുവായി സ്വീകരിക്കുന്നു. ആ സൂര്യനുള്ളത് കൊണ്ടാണ് ഫോട്ടോസിന്തസിസ്. സൂര്യൻ ഹിന്ദുക്കൾക്ക് വേണ്ടിയോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയോ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ സൃഷ്ടിക്കപ്പെട്ടതാണോ? മനുഷ്യർക്ക് വേണ്ടിയാണ് സൂര്യനെങ്കിൽ, മനുഷ്യർക്ക് വേണ്ടിയാണ് ചന്ദ്രനെങ്കിൽ, മനുഷ്യർക്ക് വേണ്ടിയാണ് ആകാശഭൂമികളെങ്കിൽ, ആ മനുഷ്യർക്ക് വേണ്ടി മതവും സൃഷ്ടിച്ചിട്ടുണ്ട് പ്രപഞ്ചനാഥൻ. ആ മതത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അപ്പൊ നമുക്കറിയാം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു ജാതി മനുഷ്യജാതി, ഒരു മതം, മനുഷ്യന് വേണ്ടി ദൈവം അവതരിപ്പിച്ച മതം, സൂര്യന്റെ ചന്ദ്രന്റെ മതം. നിങ്ങൾ നോക്കൂ, സൂര്യനും ചന്ദ്രനും ആരാ? കീയൊതുങ്ങിയവരാണ്. പ്രപഞ്ചനാഥന് കീയൊതുങ്ങിയവരാണ്. സൂര്യൻ ഒരിക്കലും ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചിട്ടില്ല. ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കാത്തവർക്ക് അറബിയിൽ പറയുന്ന പേരാണ് മുസ്ലിങ്ങൾ. അതോ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്ന ഒരു മുസ്ലിം പേരോ? അത് മുസ്ലിം അല്ല. നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മദ്യപിക്കാൻ പാടില്ല, അത് മദ്യപിക്കാത്തവനാണ് മുസ്ലിം. മാധവൻ മദ്യപിക്കുന്നില്ലയോ? ആ കാര്യത്തിൽ മാധവൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ തൊപ്പിട്ട കാക്കയാണെന്ന് അല്ല. മദ്യപിക്കരുത് എന്ന ദൈവകൽപ്പന സ്വീകരിക്കുന്നവൻ ആ വിഷയത്തിൽ ദൈവത്തെ അനുസരിച്ചു. അനുസരണം എന്നതിന്റെ അറബിയാണെന്ത്? മുസ്ലിം. ഇതൊരു മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഒരു നല്ല അനുസരണമുള്ളവനാണ്. അനുസരണക്കേട് കാണിക്കുന്ന ഒരുത്തനെ അവൻ ധിക്കാരിയാണ്. ധിക്കാരിക്ക് പറയുന്ന പേര് നിഷേധി എന്ന് പറയുന്നത് കഫറ എന്ന പദത്തിൽ നിന്നാണ്. വിത്ത് മറച്ചു വെക്കുന്ന കൃഷിക്കാരനെ കാഫർ എന്നാണ് അറബി പറയാ. എന്ന് പറഞ്ഞാൽ കാഫർ എന്ന് പറഞ്ഞാൽ തോന്നിയാസ പദമല്ല, അതൊരു ആശയത്തെ തോന്നിപ്പിക്കുന്നതാണ്. ആശയം എന്ന് പറഞ്ഞാൽ വിത്ത് മണ്ണിനടിയിലാക്കുന്നവൻ കാഫർ, മറച്ചു വെക്കുക. കഫറ എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു. അപ്പൊ വിത്തിനെ മണ്ണിൽ മറച്ചു വെക്കുന്ന കൃഷിക്കാരൻ കാഫർ, സമ്പത്തിനെ മറച്ചു വെക്കുന്ന സമ്പന്നൻ അതിനെ മറച്ചു വെക്കുമ്പോൾ കാഫർ. നേരെ മറിച്ച് സാങ്കേതികമായി കഫറ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കൽപ്പനകളെ നിഷേധിക്കുന്നവൻ. അതാരേലും പേരല്ല പ്രധാനം, പേരല്ല പ്രധാനം. ലോകത്ത് ഇപ്പൊ യേശുദാസ്, അതുപോലെ തന്നെ നമ്മള് ദാസേട്ടൻ, എല്ലാവർക്കും പറയാം ദേവദാസൻ, ദൈവത്തിന്റെ അടിമ എന്ന വിശാലാർത്ഥത്തിൽ നമ്മൾ അതിനെ കാണുക. ആ അർത്ഥത്തിൽ ഞങ്ങളുടെ മനുഷ്യവാസം ഈ ഭൂമുഖത്തുണ്ടാകുന്നതിന് മുമ്പ് ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും ഉണ്ടെങ്കിൽ അതിനെ ആര് സൃഷ്ടിച്ചു? ലോകത്തിലെ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ന്യൂ ടെസ്റ്റ്മെന്റ്, ഏറ്റവും രസകരമായ ക്രൈസ്തവ ലോകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ലോകത്ത് ഇപ്പൊ December 25 വരാൻ പോകുന്നു. ക്രൈസ്തവർ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ തെറ്റുപറ്റിയവരാണെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാചകം എന്തറിയോ? യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട അനുയായികൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. യേശുക്രിസ്തുവിനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു. അപ്പൊ യേശുക്രിസ്തു പറയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് ജീവിതം പാഴാക്കണ്ട. സ്വർഗസ്ഥനായ പ്രപഞ്ചനാഥൻ, അവന്റെ ഹിതം എന്നെ കർത്താവാക്കലല്ല, അവനെ കർത്താവ് ആരാധിക്കലാണ്. ഇതെവിടെയാ പറയുന്ന? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21. വിശാലമായി എനിക്ക് സമയമില്ല, അതിന്റെ താഴ്ഭാഗം വായിച്ചാൽ ഞെട്ടിപ്പോവും. ഇന്നത്തെ ക്രൈസ്തവർ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ, രാമൻ എന്ന പദത്തിന്റെ അർത്ഥം ഈ സന്ദർഭത്തിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. മുഹമ്മദ് നബി ഒന്ന് പഠിച്ചു നോക്കൂ. രാമൻ എന്ന് പറഞ്ഞാൽ രമ്യത ഉണ്ടാക്കുന്നവനാണ്. രണ്ടാള് ശണ്ട കൂടിയാൽ അവർക്കിടയിൽ രമ്യത ഉണ്ടാക്കുന്നവനാണ് രാമൻ എന്ന പദത്തിന്റെ അർത്ഥം. അയോധ്യ എന്ന് പറഞ്ഞാലോ യുദ്ധമില്ലാത്ത ഭൂമിന്നാണ്. അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത ഭൂമി. ഇന്ന് നമുക്ക് അയോധ്യയെ പറ്റി എങ്ങനെ പറയാൻ പറ്റുമോ? ആരതിനെ പാപപങ്കിലമാക്കി? അവനാണോ അതിന്റെ ഭക്തൻ? അല്ല, യുദ്ധമില്ലാത്ത ഭൂമിയെ യുദ്ധക്കളമാക്കിയവനാണോ
രാജ്യസ്നേഹിയും ലോകസ്നേഹിയും ശ്രീരാമഭക്തനും എന്ന് ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ വർഗീയവാദിയെ നിങ്ങൾ പറയരുത്. ഇപ്പൊ പ്രവാചകന്റെ ജന്മദിനം വരാൻ പോകുന്നു. നിങ്ങൾ ചിന്തിച്ചോളൂ. മുഹമ്മദ് നബി പറയാണ്, വഴിയിൽ ഒരു മുള്ളു പോലും നിങ്ങൾ ഇടാൻ പാടില്ല. വഴിയിൽ എന്ത് മാർഗ തടസ്സമുണ്ടോ അത് നീക്കുന്നവനാണ് മുസ്ലിം. അപ്പൊ റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രകടനം നടത്താൻ ഇസ്ലാം പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചുവോ? സ്വാതന്ത്ര്യ ദിനം മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതിന്റെ മുമ്പേ മുജാഹിദ് എന്റെ പേര് മുജാഹിദ് എന്നാണ്. ഞാൻ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം ഇവിടെയുണ്ട്. ഇന്ന് വരെ റോട്ടിൽ 100 ആളെ നിർത്തിയ ഒരു പ്രകടനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? റോഡ് മനുഷ്യർക്ക് സഞ്ചരിക്കാനുള്ളതാണ്. അത് പ്രകടനം ചെയ്ത് ബ്ലോക്ക് ചെയ്യരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് അംഗീകരിക്കുന്നവനാണ് പ്രവാചകന്റെ അനുയായി. നിങ്ങൾ സമ്മതിച്ചോ? ശ്രീരാമൻ പറയാ തമ്മ് തല്ലല്ലേ. അപ്പൊ തമ്മ് തല്ലുന്നവനാണോ രാമഭക്തൻ? അല്ല. സ്വന്തം അനുജനെ അധികാരം മൂത്ത് നമ്മൾ അതിന്റെ വക്താക്കളാകരുത്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്ക നീ. അർജുന, ലക്ഷ്മണ, അധികാരം എന്ന് പറയുന്നത് അത് ഒരു മിന്നൽ പിണർ പോലെ നശിക്കും. ഒരു അറ്റാക്ക് വന്നാൽ കഴിഞ്ഞു. അതുകൊണ്ട് അധികാരത്തിന് വേണ്ടി കൊല്ലുക പിടിക്കുക എന്ന് പറയുന്നത് ചെയ്യല് എന്ന് പഠിപ്പിച്ചാൽ അതനുസരിക്കുന്നവനാണോ രാമന്റെ ആൾ, ശ്രീരാമന്റെ ആൾ എന്ന് ഞാൻ ചോദിച്ചാൽ സുഹൃത്തുക്കളെ, അതെങ്ങനെ വിരോധാഭാസമാകും? ഒരിക്കൽ പോലും മനുഷ്യരെ തമ്മിൽ തല്ലരുത്, കൊല്ലരുത് എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ അനുയായികളെ ഹിരോഷിമയിലും നാഗസാക്കിയിലും കൊണ്ടുപോയി ബോംബിട്ടു. ആര് പിഴച്ചു? മതം പിഴച്ചോ? നിങ്ങൾ നോക്കേ. ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്. അതായത് ലോകത്തെവിടെ ജീവിക്കുന്നവരും നമ്മുടെ സഹോദരൻ സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ചെന്നു. ലോക മതമാ സമ്മേളനത്തിന് ചെന്നു. സ്വാമി വിവേകാനന്ദൻ അവിടെ എഴുന്നേറ്റുന്നപ്പോ അമേരിക്കയിലെ സായിപ്പുമാരില്ലേ, കോട്ടും സൂട്ടൂട്ടെ, അവര് തലമുണ്ടനം ചെയ്ത 30-കാരനായ കാഷായ വസ്ത്രധാരിയായ സ്വാമി വിവേകാനന്ദനെ പരിഹസിച്ച് ചിരിച്ചു. സ്വാമി വിവേകാനന്ദൻ എഴുന്നേറ്റ് എന്നിട്ട് ആ അരയാലില പോലെ അവരസ്പന്ദനം ചെയ്യുന്ന ജനങ്ങളെ നോക്കി അദ്ദേഹം എഴുന്നേറ്റ് ആദ്യം പറഞ്ഞ വാക്കെന്തറിയോ? മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക. അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ, അമേരിക്കയിലെ എന്റെ കണ്ടോ, ഏയ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അതിനു മുമ്പ് പ്രസംഗിച്ചോലൊക്കെ പറഞ്ഞ വാക്കതാ. ഏയ് അവിടെ സ്വാമി വിവേകാനന്ദൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓൾ അമേരിക്ക. അമേരിക്കയിലെ എന്റെ സഹോദരീ സഹോദരന്മാരെ. അതിന്റെ കാരണം എന്താ? വസുദൈവ കുടുംബകം എന്നത് നെഞ്ചിലേറ്റിയിട്ടാണ് വിവേകാനന്ദൻ ഇവിടുന്ന് പോകുന്നത്. ആ വിവേകാനന്ദൻ തീവ്രവാദിയല്ല, ആ വിവേകാനന്ദൻ ഭീകരവാദിയല്ല. ആ വിവേകാനന്ദൻ അവിടെ വെച്ച് പറഞ്ഞ ചിക്കാഗോയിൽ ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടി. അമേരിക്കൻ ജനത സൈലന്റായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ കേട്ടു. ഒരുപാട് ആളുകൾ വേദം പഠിക്കാൻ തുടങ്ങി. എന്താ കാരണം? വിവേകാനന്ദൻ വേദസാരങ്ങളെ അവർക്ക് പകർന്നു കൊടുക്കുക മാത്രമല്ല, ഒരു പ്രസംഗത്തിൽ ഉജ്ജ്വലമായി അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ലോകമതങ്ങളും ലോകദർശനങ്ങളും വിവിധ വീക്ഷണങ്ങളും ഒന്നിച്ച് മേളിച്ച ഒരു രാജ്യം. ആ രാജ്യത്തു നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളോട്, മൗലാന മുഹമ്മദ് അലി ജൗഹർ എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മഹാത്മാഗാന്ധിയുടെ കൂടെ തോളോട് തോള് ചേർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ മൗലാന മുഹമ്മദ് അലി ജൗഹർ. ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ വാരിക്കൊടുത്ത വെച്ചുകൊടുത്ത ഭക്ഷണം കഴിച്ച മഹാത്മാഗാന്ധിയെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ഉമ്മ, അതുപോലെ തന്നെ മുഖ്താർ അഹമ്മദ് അൻസാരി, ഹക്കീം അജ്മൽ ഖാൻ, മൗലാന അബുൽ കലാം ആസാദ്, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, മൗലാന ഹസൻ അഹമ്മദ് മദനി, അവർക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേശീയ നേതാക്കന്മാരാണ്. ഒരു കാര്യം ഞാൻ ഇവിടെ മനസ്സിലായി. ഈ മത സൗഹാർദ്ദം എന്ന പദം നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. തെറ്റുപറ്റിയിരിക്കുന്നു നമുക്ക്. എന്താ ഇയാളെ ഈ പറയണത്? മതസൗഹാർദ്ദത്തല്ല പറയേണ്ടത്. ആ പദം തെറ്റാണ്. മാനവിക സൗഹാർദ്ദം. എന്താ അങ്ങനെ പറയാൻ? ഞാൻ അത്ഭുതത്തോടുകൂടി മഹാത്മാഗാന്ധി പറയാണ്, മൗലാന മുഹമ്മദ് അലി ജൗഹറിനോട് ചോദിച്ചു, നിങ്ങൾ ഒന്നാമതായി മുസ്ലിമാണോ അല്ല ഏത് പാർട്ടി? മൗലാന മുഹമ്മദ് അലി ജൗഹർ പറയാണ്, ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാനൊരു മുസ്ലിമാണ്. അടുത്ത അദ്ദേഹത്തിന്റെ വാചകം എന്നറിയോ? ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഞാൻ ഇന്ത്യക്കാരനുമാണ്. മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും അവസാനമായും ഹിന്ദുവാണ്. അതോടൊപ്പം ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നാലാമതായും ഞാൻ ഇന്ത്യക്കാരനാണ്. പറയാൻ പറ്റുമോ നമുക്ക്? മൗലാന മുഹമ്മദ് അലി, മൗലാന അബുൽ കലാം ആസാദ്
ഏകദൈവ ആരാധന മാത്രം ചെയ്ത മനുഷ്യനാണ്. മൗലാന അബുൽ കലാം ആസാദിനെ ഗാന്ധിജിയുടെ കൂടെ തോളോ അവിടെ എന്താ സംഭവിച്ചെന്നറിയോ? അതായത് അന്ന് ഗാന്ധിജി ഹിന്ദു മതം ആചരിക്കാത്തവർ ഭാരതീയരല്ല എന്ന് പറഞ്ഞിട്ടില്ല. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇസ്ലാം അല്ലാത്തതൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അവരുടെ മനസ്സിൽ അവരുടെ മതം എത്ര ഉജ്ജ്വലമാണോ അത്ര തന്നെ ഉജ്ജ്വലമാണ് മറ്റൊരുത്തന്റെ മതം അവന്റെ മനസ്സിൽ. അത് അംഗീകരിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് അംഗീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം അവരന്ന് വകച്ചു കൊടുത്തു. ഇന്ന് ആ മനസ്സ് നമുക്ക് നഷ്ടമായിട്ടുണ്ടോ? ആലോചിക്കൂ, ചിന്തിക്കൂ, തിരുത്താൻ നമ്മൾ തയ്യാറാവും. എന്തുകൊണ്ടാ നാദാപുരവും ഈ പ്രദേശങ്ങളൊക്കെ ഏത് കാലത്തും അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പോകില്ലട്ടോ, ഞാൻ ആ ഭാഗത്തേ പോലും, അവിടെ ആ വീട് വെക്കൂല. എന്തേ അങ്ങനെ സുഹൃത്തുക്കളെ? ഇവിടെ ഉള്ളവരൊക്കെ മനുഷ്യരല്ലേ? എന്താ അങ്ങനെ സംഭവിച്ചു? ഏത് പ്രദേശം? കണ്ണൂർ ജില്ലയിലെ ഞാൻ എന്റെ മോളെ കെട്ടിക്കൂല നിന്നോട് പറഞ്ഞ എത്രയോ ആളുകളുണ്ട്. ഞങ്ങൾ ഈ സാമൂഹ്യ പ്രവർത്തനം ഇടിച്ചെല്ലും. എന്താ കാരണം? എന്നും കലാപമാണ്. എന്താ കാരണം? ഞാൻ അടിസ്ഥാനപരമായി എന്നോട് ആർക്കും ദേഷ്യം തോന്നണ്ട. ഒന്ന്, ഇവിടെ മുസ്ലിമീങ്ങളുടെ ജീവിതം പരിശോധിച്ചോ. ഞാൻ അവർക്കിടയിൽ കിടന്ന് പ്രസംഗിക്കുക മാത്രമല്ല, മുസ്ലിങ്ങളെ കൈകൊണ്ട് നന്നായിട്ട് അടിയിട്ടിയാളാണ്. മുസ്ലിം സമൂഹത്തിലെ തിന്മയെ എതിർത്തിട്ട് ഞാൻ പറയുന്നത്, ഉച്ചനീചത്വങ്ങൾ നന്നായുണ്ട് നമ്മുടെ നാടുകളിൽ, സാമ്പത്തികമായ ക്രമക്കേടുകൾ ഉണ്ട് നമ്മുടെ നാട്ടിൽ, അസമത്വങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, മറ്റുള്ളവനെ അസൂയ ജനിപ്പിക്കുന്ന വിധത്തിൽ മാനവസേവ മാധവസേവ എന്ന് മറന്നു ജീവിക്കുന്നവരുണ്ട്, മുസ്ലിമീങ്ങൾക്കിടയിലുണ്ട്. ഞാൻ എന്റെ സമുദായത്തെ കുറിച്ച് പറയുന്നത്, ഈ സമൂഹം ലോകത്ത് ഏറ്റവും മാതൃകയാകേണ്ട ഒരു സമുദായം. നമ്മളൊക്കെ ചിന്തിക്കും നമുക്ക് എവിടെയാണ് കുഴപ്പം, അത് നമുക്ക് തിരുത്തിക്കൂടെ? തെറ്റാര് പറഞ്ഞാലും നിങ്ങൾക്കറിയോ, മഹാഭാരത യുദ്ധം നടക്കുമ്പോ ദുര്യോധനൻ ഗാന്ധാരിയോട് ചോദിക്കാൻ, അമ്മേ നമ്മൾ ജയിക്കുവോ? യഥോ ധർമ്മസ്ഥതോ ജയ. അങ്ങനെ പറയാൻ ഒരു അമ്മയുണ്ടോ ഇന്ന് ഭാരതത്തിൽ? അങ്ങനെ ഒരു അമ്മ എന്താ പറഞ്ഞത്? യഥോ ധർമ്മസ്ഥതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്. നമ്മുടെ ഹൈക്കോടതിയുടെ ആർച്ചിലുള്ള വാചകം എന്താ? സത്യമേവ ജയതേ, സത്യമേവ ജയതേ. സത്യമാണ് ജയിക്കണ്ടേ. വഖുൽ ജാഅൽ ഹഖ് വസാകൽ ബാതിലു ഇന്നൽ ബാതില കാന സഊക. ഖുർആനിലെ 17 അധ്യായം 81-82 വചനങ്ങളാണ്. സത്യം വന്നു, അസത്യം പരാജയപ്പെട്ടു. അസത്യം പരാജയപ്പെടേണ്ടത് തന്നെ. കണ്ടോ, അസത്യമാണ് പരാജയപ്പെടേണ്ടത്. ഹിന്ദു അല്ല, മുസ്ലിം അല്ല, ക്രിസ്ത്യാനിയല്ല. അസത്യം ആരോടൊപ്പമുണ്ടോ അത് പരാജയപ്പെടണം. സത്യം ആരുടെ കൈകളിലുണ്ടോ അത് ജയിക്കണം. അങ്ങനെ ഒരു മനസ്സ് നമുക്കുണ്ടായിട്ടുണ്ടോ? ഒരു മുസ്ലിം ചെയ്ത തെറ്റ് തെറ്റാണെന്ന് പറയാൻ പാർട്ടി നോക്കാതെ, മതം നോക്കാതെ മുസ്ലിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ദിവസം ഉണ്ടായാൽ, മതം നോക്കാതെ, പാർട്ടി നോക്കാതെ, നേതൃസ്ഥാനം നോക്കാതെ ഒരു ഹൈന്ദവൻ തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുമോ? ഇന്ന് ദേശീയ തലത്തിൽ നമുക്ക് നല്ല ഐക്യം പോലും നഷ്ടപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പൊതുസ്വത്ത് പോലും ഓരോ വിഭാഗത്തിൻ്റെതായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ വർഗീയവാദികളായി തീരുന്നുവോ? നമ്മൾ വിഭാഗീയത ഉള്ളവരായി തീരുന്നുവോ? സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ. സ്നേഹിക്ക ഉണ്ണി, നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും. കുമാരനാശാന്റെ വരികളാണ്. നിന്നെ ഉപദ്രവിക്കുന്നവരെ പോലും നീ സ്നേഹിക്കുക. ഞാൻ ഒരു മിനിറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ശ്രീരാമൻ എന്ന് തിരിച്ചു വന്നു എന്ന് സങ്കല്പിച്ചോളൂ. ന്യൂഡൽഹിയിലെ പാർലമെന്റിലേക്ക് ശ്രീരാമൻ എന്ന് കടന്നു വന്നു എന്ന് വിചാരിച്ചോളൂ. ശ്രീകൃഷ്ണനും കൂടെയുണ്ടെന്ന് വിചാരിച്ചോളൂ. ഞാൻ മനസ്സ് തട്ടി പറയാൻ, മുഹമ്മദ് നബിയും അവരോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞോളൂ, ഈസാ നബിയും അവരോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞോളൂ. ഞാൻ ഉറച്ചു പറയുന്നു, യേശു ക്രിസ്തു വന്നാൽ വത്തിക്കാനിലെ പോപ്പിനെ ആയിരിക്കും ആദ്യം പിടിക്കുക. ശ്രീരാമൻ വന്നാൽ രാമഭക്തി തുളുമ്പി നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നിയ പലരെയും ശ്രീരാമൻ കൈകാര്യം ചെയ്തേക്കാം. നിങ്ങൾ എന്റെ ഭക്തന്മാരല്ല, നിങ്ങൾ എന്റെ ശത്രുക്കളാണ് എന്ന് ശ്രീരാമൻ പ്രഖ്യാപിക്കുമെന്ന് ഞാൻ പറയുന്നത് രാമായണം പല ഉരു വായിച്ചതുകൊണ്ടാണ്. വാൽമീകിയുടെ രാമൻ എന്ന ആ ഗഹനമായ ഗ്രന്ഥം 7 തവണ ജീവിതത്തിൽ വായിച്ചതുകൊണ്ട് ഞാൻ പറയുന്നു, ശ്രീരാമൻ ഇന്ന് ഇന്ത്യയിൽ തിരിച്ചു വന്നാൽ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ, നമ്മളോട് ചിലതൊക്കെ പറയും. മുഹമ്മദ് നബി തിരിച്ചു വന്നാൽ ഈ ഉമ്മത്തിനോട്, ആയുധമേന്തുന്നവരോട്, വർഗീയ കലാപമുണ്ടാക്കുന്നവരോട്, 1 ലിറ്റർ ഒഴിക്കുക 2 ലിറ്റർ ഒഴിക്കണമെന്ന് പറയുന്നവരോട്, വെട്ടുകത്തിയും പിച്ചാത്തിയും കയ്യിലേന്തുന്നവരോട്, തീവ്രവാദം നെഞ്ചിലേറ്റിയവരോട് പ്രവാചകൻ പലതും സംസാരിക്കും. ഇനി വളരെ പ്രധാനമായ മറ്റൊന്നെന്താ? മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ഞാൻ ഗൗരവമായി പറയണം. വിശുദ്ധ ഖുർആൻ
മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ എനിക്ക് നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. തികച്ചും നാളത്തെ ഒരു പ്രഭാതം തെറ്റുധാരണകൾ തിരുത്തുന്ന പ്രഭാതമാകണം. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256-ാമത്തെ വചനം മനസ്സിരുത്തി നിങ്ങൾ വായിക്കൂ. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിൽ ബലാത്കാരമില്ല, മതത്തിന്റെ പേരിൽ ബലാത്കാരം അരുത്. വിശുദ്ധ ഖുർആൻ പറയാൻ എന്താ പറയാനുള്ള കാരണം? സത്യവും അസത്യവും വേർതിരിഞ്ഞു. സത്യവും അസത്യവും വേർതിരിഞ്ഞു. ഒരാളെയും നിങ്ങൾ നിർബന്ധിച്ച് മതത്തിൽ കൂട്ടരുത്. ചോറ് കൊടുത്ത്, ചായ കൊടുത്ത്, വീട് കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത്, കാർഡ് കൊടുത്ത്, അതുപോലെ പലതും സമ്പാദിച്ചു കൊടുത്ത് അവനെ പ്രലോഭിപ്പിച്ച് മതത്തിൽ ആളെ കൂട്ടരുത്. വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം 272-ാമത്തെ വചനം അത്ഭുതമാണ്. അതായത് ശരിക്ക് കേട്ടോളൂ എന്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനും അമ്മയും ഇസ്ലാം സ്വീകരിച്ചില്ല. അന്ന് അറേബ്യയിൽ മക്കൾ ഇസ്ലാം സ്വീകരിച്ചു. ശരിക്ക് ചിന്തിക്കണം. മക്കൾ ഇസ്ലാം സ്വീകരിച്ചപ്പോ അച്ഛനും അമ്മയും പഴയ വിശ്വാസത്തിൽ തുടർന്നു. അപ്പൊ മക്കൾ അച്ഛന് നന്നായിട്ട് ചോറ് കൊടുത്തു, അമ്മക്ക് നന്നായി ചോറ് കൊടുത്തു, അമ്മയെ നന്നായി സൽക്കരിച്ചു. അവരുടെ മനസ്സിലുണ്ടായിരുന്നത് ഈ സൽക്കാരത്തിലൂടെ അവർ ഇസ്ലാം ആകട്ടെ എന്നായിരുന്നു. വിശുദ്ധ ഖുർആൻ ശക്തമായി എതിർത്തു. ഖുർആന്റെ പ്രയോഗം എന്തറിയോ? ലൈസ അലൈക ഹുദാഹും, ദൈവമാണ് മാർഗദർശനം ചെയ്യുന്നത്, ചോറ് കൊടുത്തിട്ടല്ല, ചായ കൊടുത്ത്. അച്ഛന് ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ മകനെ അത് നിന്റെ കടപ്പാടാണ്. വസ്വാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, നിന്റെ ബഹുദൈവ വിശ്വാസിയായ അച്ഛന് അമ്മയ്ക്ക് നീ സേവനം ചെയ്യുന്നത് അവർ മതത്ത് കൂടാനല്ല. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും, നീ എന്ത് ചോറ് കൊടുത്താലും ദാനം കൊടുത്താലും മരുന്ന് മേടിച്ചു കൊടുത്താലും അത് നിന്റെ നന്മക്ക് വേണ്ടിയാണ്, നിനക്ക് ദൈവത്തിൽ നിന്ന് പുണ്യം കിട്ടാനാണ്, അല്ലാതെ മറ്റൊരുത്തൻ മതത്തിൽ കൂടാനല്ല. ഇനി ഞാൻ ചോദിക്കുന്നു, ഇത് ഖുർആനിലുണ്ട് എന്ന് മനസ്സിലാക്കിയവർ എത്രയുണ്ട്? അടുത്ത വാചകം എന്താ അറിയോ? അൻത തുഖ്രിഉൻ നാസ് അൻ യകൂനു മുഖ്മിനീൻ, മനുഷ്യർ വിശ്വാസികളാകാൻ വേണ്ടി നീ അവരെ നിർബന്ധിക്കുകയോ? മുഹമ്മദേ, ഖുർആനിന്റെ 10-ാം അധ്യായം 99-ാമത്തെ വചനം, മുഹമ്മദേ, മറ്റുള്ളവർ മതവിശ്വാസികളാകാൻ നിർബന്ധിക്കുക എന്നത് മുഹമ്മദേ നിനക്ക് പാടില്ല. സത്യം ഇന്നതാണെന്ന് പറഞ്ഞോളൂ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ, സത്യം നീ പ്രസംഗിച്ചാ മതി. ആളെ മതത്ത് കൂട്ടണ്ട, അധികാരം ചെലുത്തണ്ട, ആളുകളെ നിർബന്ധിക്കണ്ട. ഫമൻ ഷാ ഫൽയുക്മിൻ വമൻ ഷാ ഫൽയക്ഫുർ. ഖുർആനിലെ 18-ാം അധ്യായം 29-ാമത്തെ വചനം, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അവിശ്വസിക്കട്ടെ. ഇനി ഞങ്ങളോട് ചോദിക്കാൻ, അങ്ങനെ പഠിപ്പിക്കപ്പെട്ട ഒരു ഖുർആനിന്റെ ന്യായിക്ക് മറ്റൊരു മതവിശ്വാസിയെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്താൻ സാധിക്കും? ഇല്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്ലാമിക ദർശനമനുസരിച്ച് മറ്റൊരു മതക്കാരന് മറ്റൊരുത്തന്റെ മതത്തിൽ കൂട്ടുന്ന സമ്പ്രദായമില്ല, ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം ശക്തമായി പറയും. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽ നിന്ന് അങ്ങനൊരു ഭീതി നിങ്ങൾക്കുണ്ടാവണ്ട. ന്യായാന്യായങ്ങൾ പറയാം ആർക്കും. ശ്രീനാരായണ ഗുരു പറഞ്ഞല്ലോ, ഏതൊരു സത്യം ഒരാൾക്ക് സത്യമായി തോന്നിയോ അയാൾക്ക് വിശ്വസിക്കാം, അയാൾ ആരും നിർബന്ധിക്കരുത്. ഒന്നുകൂടെ പറഞ്ഞു ശ്രീനാരായണ ഗുരു, ഒരു ഹിന്ദുവിന് ഇസ്ലാം ശരിയാന്ന് തോന്നി, ആ തോന്നിയ അന്നിമിഷം അയാൾ ഇസ്ലാമാകണം. അതിന് ശ്രീനാരായണ ഗുരു പറഞ്ഞ കാരണം എന്തറിയോ? തന്റെ മതത്തിലിട്ട് വിശ്വാസമില്ലാത്ത ഒരുത്തന്റെ എണ്ണം കിട്ടിയിട്ട് ആ മതത്തിന് എന്താ കാര്യം? ന്യായമായ ഒരു പോയിന്റാണത്. ഏത് മതത്തിന്റെയും സ്ഥിതി ഏതാണ് സഹോദരങ്ങളെ? അതുകൊണ്ട് മതത്തിൽ നിർബന്ധമില്ല, പരസ്പരം. ഇനി ഒരു മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ന്യായമായി പഠിപ്പിക്കപ്പെടേണ്ട ഒന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി, മതസൗഹാർദ്ദമാണോ മാനവിക സൗഹാർദ്ദമാണോ നിലനിൽക്കേണ്ടത് എന്നൊരു ചർച്ച ഇനിയുള്ള ലോകത്തുണ്ടാവും. ആ ലോകത്തേക്ക് വരുമ്പോ പോയിന്റും ഉദാഹരണവും ഞാൻ പറയാം. നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ കേട്ടാ മതി. ഒരു മദ്യപാനിയുമായിട്ടുള്ള എന്റെ സൗഹാർദ്ദം എങ്ങനെയാ? നമ്മൾ പറയണേ മദ്യപാനികളോടുള്ള എന്റെ സൗഹാർദ്ദം എന്താ? ഒന്ന് പറഞ്ഞു തരാമോ നിങ്ങൾക്ക്? ഉദാഹരണം, 1 ലിറ്റർ മദ്യപിക്കുന്നവനോട് എന്റെ സൗഹാർദ്ദം 1/2 ലിറ്റർ അവനോട് വാങ്ങി കുടിക്കലാണോ? എന്നാലാണോ ഞാനും അവനായിട്ട് സൗഹൃദത്തിൽ എന്ന് പറയാ? ആണോ? പറയൂ. അല്ല. വ്യഭിചരിക്കുന്ന ഒരുവനുമായുള്ള എന്റെ സൗഹാർദ്ദം എന്താ? അവന്റെ കൂടെ പോയി വ്യഭിചരിച്ച് ഐക്യം പ്രഖ്യാപിക്കലാണോ? അല്ല. മറിച്ച് അവൻ വ്യഭിചാരിയായിരിക്കെ അവനെ വെറുക്കാതെ തന്നെ, അവനെ വെറുക്കാതെ വ്യഭിചാരം എന്ന തിന്മയെ വെറുത്ത് അതിനെതിരെ അവനെ ശബ്ദിച്ച് അവന്റെ കൂടെ നിന്ന് അവനെ നന്നാക്കിയെടുക്കുന്നതിന്റെ പേരാണ് സൗഹൃദം. ആണോ?
ആണ് ശരി എന്ന് ഞാൻ ചെയ്യണം. ഇപ്പൊ എന്റെ വീട്ടിൽ പറമ്പിൽ പണിയെടുക്കുന്നുണ്ട് 4-5 എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ, 2 മുസ്ലിങ്ങൾ. അപ്പൊ അതിലെ ആള് 13-ാം തീയതി മലക്ക് പോയി, ശബരിമലയിൽ പോയി. അപ്പൊ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ട കേട്ടോ, ഞാൻ മലക്ക് പോവുകയാണ്. ഈ സമയത്ത് മണ്ഡല നോമ്പ്, ഞാൻ നോമ്പുകാരനുമാണ്, എനിക്ക് ഇപ്പം ചില ഭക്ഷണങ്ങളൊന്നും പറ്റില്ല, എനിക്ക് കഴിക്കാൻ പറ്റിയതെന്തോ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. എനിക്കത് വേഗം മനസ്സിലാവും, കാരണം ഇത് ഏറെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു എളിയ ഇസ്ലാമിക പ്രബോധകനാണ് ഞാൻ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അയാൾ വർഗീയവാദി ആയതുകൊണ്ടാണോ എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കായിരുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നി അങ്ങനെ? അല്ല, അയാൾ പഠിച്ച മതത്തിന്റെ ആ കർമ്മം അനുസരിച്ച് മലക്ക് പോയാലേ അത് സ്വീകരിക്കപ്പെടും. ഐ ആം റൈറ്റ്? ശരിയാണോ? ആണ്. എന്റെ വിശ്വാസം അനുസരിച്ച്, ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നിലവിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങുണ്ടെന്ന് വിചാരിച്ചോളൂ. നിലവിളക്ക് കൊളുത്തുന്ന ഒരു ചടങ്ങുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ആരാണ്? നിലവിളക്ക് കൊളുത്തൽ ചടങ്ങ് വിശ്വസിക്കുകയും അഗ്നി ആരാധനയുടെ ഭാഗമായ നിലവിളക്കൊളുത്തൽ ഭക്തിസാന്ദ്രമായി നിർവഹിക്കണമെന്ന് പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണോ അത് കൊളുത്തേണ്ടത്? സമ്മതിച്ചോ? ആണ്. ഞാൻ ഇനി എന്റെ വീട്ടിൽ പണിയെടുത്ത ആളെ നിർബന്ധിച്ച് എന്റെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിപ്പിച്ച നിങ്ങൾ ഇന്നെന്താ വിളിക്കുക? നിങ്ങൾ എന്താ വിളിക്കുക? നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ ശരിക്കും ആലോചിക്കൂ, മനുഷ്യർ ശരിക്കും ആലോചിക്കൂ. എന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വിശ്വാസത്തിന് നിർബന്ധിക്കലാണോ മതമൈത്രി അല്ലെ മത സൗഹാർദ്ദം എന്ന് പറയുന്ന ആണോ? അല്ല. ഇനി ഞാൻ നിങ്ങളോട് കുറച്ചുകൂടി കടന്നൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ശരിക്കും ചിന്തിക്കുകയാണെങ്കിൽ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചടങ്ങ് സംഘടിപ്പിച്ച് അതിൽ പങ്കെടുക്കാത്ത എന്നെ തീവ്രവാദിയാക്കുകയും എന്നെ നിർബന്ധിച്ച നിങ്ങളെ സാമൂഹ്യ ബോധമുള്ളവരാക്കുകയും ചെയ്യുന്നതിന്റെ മാനവികത എന്താണ്? ശരിക്കും ആലോചിച്ചോളൂ നിങ്ങൾ. എന്റെ പള്ളിയിൽ കയറിയിട്ട് ഞാനൊരു ഹിന്ദുവിനെ നിർബന്ധിച്ച് നെറ്റിത്തടം അവിടെ കുത്തിക്കാം, എന്നിട്ട് അവനോട് പറയാ, ഇജ്ജ് മതസൗഹാർദ്ദം ഉള്ളവനാകണമെങ്കിൽ ഇത് ചെയ്യണോ? സുഹൃത്തുക്കളെ, അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എന്ത്? അവിടെയാണ് നിങ്ങൾ ചിന്തിക്കുക. ഓരോരുത്തരുടെ വിശ്വാസം അവർക്ക് പ്രധാനമാണ്. ആ വിശ്വാസമാണ് ശരിയെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ ഭരണഘടന സ്വാതന്ത്ര്യം നൽകി, മതം സ്വാതന്ത്ര്യം നൽകി. അപ്പൊ ഞാന് മറ്റൊരു മതത്തിന്റെ ആഘോഷത്തെ പങ്കെടുത്ത് അതിലെ പങ്കാളിയാകുന്നതിന്റെ പേരല്ല സൗഹാർദ്ദം. മറിച്ച് ഞാൻ ക്ലിയറായി നിങ്ങളോട് പറയാം, ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കേണ്ടത്, ഞാനൊരു ഇസ്ലാമിക പ്രബോധകനായി തന്നെ എനിക്കെന്റെ പാവപ്പെട്ടനായിട്ട് ഒരു പ്രശ്നമില്ല, ശശിയേട്ടനായിട്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ മനോജേട്ടനറിയാം, എന്റെ നാടിന് എനിക്ക് കണക്ക് പഠിപ്പിച്ച നാരായണ മാഷിനോട് വന്നിട്ട് പറഞ്ഞു, എന്റെ മകളെ കെട്ടിച്ചയച്ച വീട്ടിലെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ മോന് 2 കിഡ്നി വീക്കാൻ സഹായിക്കണം എന്ന് പറഞ്ഞു. ചോദിച്ചു നോക്കൂ നിങ്ങൾ, ബേബിയിൽ ആദ്യം എത്തിയ താടിക്കാരനാരാ? ഞാനൊരു പുണ്യം എടുത്തു പറയല്ല, ആരാ? ഈ ഉള്ളവനെത്തി. എനിക്ക് എന്തേ തോന്നിയത്? എനിക്ക് 2 കിഡ്നി ഉണ്ട്, അതിനിപ്പോൾ തകരാറൊന്നുമില്ല. ആ കിഡ്നി ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്റെ അപ്പുറത്ത് നാരായണ മാഷയുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് കിഡ്നി ഇല്ലെന്നറിഞ്ഞാൽ എന്റെ മനസ്സ് വേദനിച്ചില്ലെങ്കിൽ ഞാൻ മതവിശ്വാസിയല്ല മനുഷ്യരെ, ഞാൻ പിശാചിന്റെ സ്വഭാവമുള്ളവനാണ്. അവിടെ ഞങ്ങളോട് പറയുന്നത്, ഇവിടെ അയ്യപ്പൻകാവ് പിന്നെ അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കേന്ദ്രത്തിലോ ഒരു മുസ്ലിം വന്ന് ആരാധന നടത്തുന്നതിന്റെ പേരല്ല സൗഹാർദ്ദം. ഒരു ഹിന്ദു മുസ്ലിം പള്ളിയിൽ പോയിട്ട് അവിടുത്തെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിന്റെ പേരല്ല സൗഹാർദ്ദം. പിന്നെന്താ സൗഹാർദ്ദം? ഒരു മുസ്ലിമായി കൊണ്ട് തന്നെ, ഏകദൈവാരാധനായിക്കൊണ്ട് തന്നെ വിഗ്രഹാരാധനയോ കബർ പൂജയോ മഹാന്മാരെ വിളിച്ചുള്ള ആരാധനയോ ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന എനിക്ക് അതൊക്കെ ചെയ്യുന്നവനുമായി ഐക്യത്തിലും സ്നേഹത്തിലും അവനെ ബഹുമാനിക്കാനും കഴിയുന്നുവെങ്കിൽ അതാണ് ശരിക്കുള്ള സൗഹൃദം. അതേ ലോകത്ത് നടക്കൂ. അല്ലാത്തത് എന്താ അറിയുന്നത്? അല്ലാത്തത് മനുഷ്യനെ നിർബന്ധിക്കലാണ്. എന്റെ മനസ്സ് സ്വീകരിക്കാത്തൊരു വിശ്വാസം അടിച്ചേൽപ്പിച്ചാൽ എന്റെ മനസ്സാണത് അംഗീകരിക്കേണ്ടത്. എന്റെ മനസ്സിനെ അംഗീകരിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ്, പ്രമാണം കൊണ്ടാണ്. അതാണ് മനുഷ്യലോകത്തെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ വിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു ആശയമാണ്. ആ ആശയത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇസ്ലാം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലായതുകൊണ്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോ എന്നോട് പറഞ്ഞു, ഈ നീളമുള്ള താടി കണ്ടപ്പോ ഇതൊരു ഭീകരവാദിയാണ് എന്ന് തോന്നി. മറ്റേ പ്രസംഗം കേട്ടപ്പോ നിങ്ങളെ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവണം. എന്തുകൊണ്ട് അങ്ങനെ തോന്നിയത്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇത് പറയുമ്പോഴും നമ്മൾ ഒരു തെറ്റിദ്ധാരണ തിരുത്തേണ്ടതുണ്ട്. എന്റെ താടി, ഈ താടിക്ക് ജീവനുണ്ടോ? ജീവൻ എന്നിട്ട് വളരും, കോശമുള്ളത് കൊണ്ട് വളരും. പക്ഷെ ഇതിന് വിവേകമുണ്ടോ? ബുദ്ധിയുണ്ടോ? വൈരാഗ്യമുണ്ടോ? പ്രേമുണ്ടോ? സല്ലാമുണ്ടോ? ഇല്ല. ഇത് വെറും ഒരു രോമമാണ്. എന്നാൽ എന്റെ മനസ്സിലാണ് സ്നേഹം, എന്റെ മനസ്സിലാണ് അസൂയ, എന്റെ മനസ്സിലാണ് മതവിരോധ ചിന്ത ഉണ്ടെങ്കിൽ ഉണ്ടാകേണ്ടത്.
ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, രവിശങ്കർ താടി മുടി നല്ല നീട്ടാൻ, താടി മുടി നീളുന്നതിനനുസരിച്ച് ആ തീവ്രവാദിയാണെങ്കിൽ രവിശങ്കറിനെ പോലെ ഇന്ത്യയിൽ ഒരു തീവ്രവാദി ഉണ്ടാവും. മനുഷ്യരെ അപ്പൊ ഈ വികാരം നമ്മൾ ഇല്ലാതാക്കണം. മനസ്സിലാണ് ചീത്ത ചിന്തകൾ ആണല്ലോ, എല്ലാവർക്കും അറിയാലോ. ലോകത്ത് എത്രയോ കൊലപാതകങ്ങൾ നടത്തിയ ഒരുപാട് മനുഷ്യരെ കൊന്ന വലിയ പേരുകൾ നിങ്ങൾ എടുത്തു നോക്ക്, അവർക്ക് താടി ഉണ്ടായിരുന്നില്ല പലർക്കും. അപ്പൊ താടി ഉണ്ടാകലോ ഇല്ലാതിരിക്കലോ, താടി വെക്കലോ വെക്കാതിരിക്കലോ അല്ല തീവ്രവാദത്തിന്റെ മാനദണ്ഡം. മനസ്സിലാണ് അത് രൂപപ്പെടുന്നത്. എന്റേതേ നിലനിൽക്കാൻ പാടുള്ളൂ. ഇനി ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. എന്റേതാണ് ശരി എന്നൊരാൾ വിശ്വസിച്ചതിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത ഭയപ്പാടുകൾ ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ നാട്ടിൽ ഭാരതീയം പ്രോഗ്രാം നടന്നു കഴിഞ്ഞ 10 ദിവസം. സ്വാമി ചിദാനന്ദപുരിയാണ് നേതൃത്വം നൽകി. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഹുസൈൻ മടവൂരടക്കമുള്ള ആളുകൾ അവിടെ ഒന്ന് പ്രസംഗിച്ചു. ഞാൻ ചോദിക്കുന്നത്, ചിദാനന്ദപുരി ഹിന്ദു മതത്തിലെ ഏറ്റവും നവീകരണമായി കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സനാതനധർമ്മം എന്നാണ് ഇങ്ങനെ പറയാം. സനാതനധർമ്മം, സംസ്കൃതി, ആ സനാതനധർമ്മമാണ് ശരി എന്ന് വിശ്വസിച്ചാൽ ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തില്ല. അല്ലെങ്കിൽ പിന്നെന്താ അർത്ഥം? ഒരു ഭയങ്കരമായ ഹൈന്ദവ മതം പഠിച്ചൊരാള് ഇത് ശരിയല്ല, അതൊക്കെയാണ് ശരിയെന്ന് വിശ്വസിച്ചാൽ അതിനെന്താ അർത്ഥം? അതിനെ ശരി എന്ന് അയാൾക്ക് വിശ്വസിക്കാം. ഇസ്ലാം മാത്രമാണ് ശരി എന്ന് ഞാൻ വിചാരിച്ചാൽ അതുകൊണ്ടൊരു കുഴപ്പമില്ല. ഇസ്ലാം മാത്രമേ നിലക്കാവൂ എന്ന് ഞാൻ വിചാരിച്ചാൽ അത് കുഴപ്പമാണ്. ഇസ്ലാമിൽ മാത്രമേ ശരിയുള്ളൂ എന്നും ഞാൻ വിശ്വസിച്ചാൽ കുഴപ്പമാണ്. എനിക്ക് എന്റെ മതം പ്രസക്തമാകുമ്പോഴേ ഞാൻ അതിൽ നിന്നിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ ഇനി ഒരു പോയിന്റ് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എല്ലാം ശരിയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. എല്ലാം ശരിയാണ്. അങ്ങനാണെങ്കിൽ ഞാൻ മനസ്സ് തെറ്റിച്ചു ആത്മാർത്ഥമായിട്ടാണ് ആ വാക്കെങ്കിൽ എനിക്ക് 10 കൊല്ലം സ്വാമിജിയാകാം, പിന്നെ 10 കൊല്ലം മൊയ്ലിയാരാകാം, പിന്നെ 10 കൊല്ലം വെള്ളിലച്ചനായിക്കൂടെ. പക്ഷെ മരിക്കണവരെ സ്വാമിജിയായി ജീവിച്ചു മരിക്കുന്നു, മൗലയായിട്ട് മരിക്കുന്നു, മുസ്ലിയാരായി മരിക്കുന്നു, പള്ളിയിലച്ചനായി മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകളെ സോപ്പിടാൻ എല്ലാം നല്ലതാ പറയാം. ശരിയും തെറ്റും നമ്മളിപ്പോ എന്തൊരു കാര്യം എടുത്താലും ഒരു പച്ചക്കറി മാർക്കറ്റിൽ ചെന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറി അത് മതസമൂഹത്തിലും ആവാന്നാ പറഞ്ഞ്. ഏതാ നല്ലത്, ഏതാ ശരി, ഏതാ തെറ്റ്, അത് പഠിച്ചാൽ ഒരു കുഴപ്പം ഇവിടെ ഇല്ല. അത് പഠിച്ചാൽ കുഴപ്പം കുറയേയുള്ളൂ. മനുഷ്യൻ ഒന്നാകും, മനുഷ്യൻ നന്നാകും. അതാണ് ലോകത്തെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഖുർആൻ 21 തവണ മനുഷ്യരെ എന്ന് വിളിച്ചു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. മനുഷ്യരെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. ഒരു അച്ഛന്റെ ഒരു അമ്മയുടെ മക്കളാ നിങ്ങൾ. വജഅൽനാകും ശൂബൻ വ ഖബായില ലിതഅറഫു. ഖുർആൻ 49 അധ്യായം 13 വചന. ആ വചനത്ത് പറയുന്നത് ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ആദമിന്റെ മക്കളാണ്, ഹവ്വാ ബീവിയുടെ മക്കളാണ്, എന്റെ സഹോദരങ്ങളാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് കാനന്നാസു ഉമ്മത്തൻ വാഹിദ. മനുഷ്യ സമുദായം ഒരേക സമുദായമാണ്. മനുഷ്യരൊക്കെ ഒരേക സമുദായമാണ്. എല്ലാവരും സഹോദരങ്ങളാണ്. ഈ ഒരു ചിന്ത നമുക്കുണ്ടാകണം. മുഹമ്മദ് നബി രാത്രി എഴുന്നേറ്റ് പറയുന്ന ഒരു വാക്കുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നന്നാസ കുല്ലുഹും ഇഖ്വ. മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ്. മനുഷ്യരൊക്കെ സഹോദരങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറെ ആളുകൾ ഇരിക്കുന്നിടത്ത് ഒരു ജൂതന്റെ ശവമഞ്ചം കൊണ്ടുപോയി പ്രവാചകൻ ചാടി എഴുന്നേറ്റു ആദരിച്ചു. ആ ശവമഞ്ചത്തെ ചാടി എണീറ്റ് ആദരിച്ചു. അപ്പൊ അനുയായികൾ ചോദിക്കണം, അയാളൊരു ജൂതനല്ലേ? നോക്കണം, മനുഷ്യന്റെ മനസ്സിലെ ചിന്ത നോക്കണം. അയാളൊരു ജൂതനല്ലേ? ഉടനെ പ്രവാചകന്റെ ചോദ്യം, ജൂതൻ മനുഷ്യനല്ലയോ? അതാണ്. അപ്പൊ ഇവിടുത്തെ ഏതൊരു മനുഷ്യനും മനുഷ്യനാണ്. അയൽവാസി പട്ടിണി കിടക്കുന്ന വയറു നിറയെ ആഹരിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനെല്ലാം. നിങ്ങൾ ആലോചിച്ചു, ഈ തത്വങ്ങളൊക്കെ എവിടെ? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ചെറിയൊരു വ്യത്യാസം ഇസ്ലാമിലുണ്ട്. അതെന്താ? ദൈവതുല്യം മാതാവിനെ, ദൈവതുല്യം പിതാവിനെ, ദൈവതുല്യം അതിഥിയെ. ആശയതലത്തിലാണ്. എന്നാൽ ദൈവത്തെ പോലെ ഒരാളെയും നമുക്ക് സ്നേഹിച്ചുകൂടാ. ദൈവത്തിന്, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവത്തിനുള്ള സ്ഥാനം ലോകത്തൊരു ഗ്രന്ഥത്തിലും വേറൊരാൾക്കുമില്ല. സത്യമല്ലേ? ആണ്. സത്യമല്ലേ? അതുകൊണ്ടാണ് ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകം, അന്തം തമഹ പ്രവിശന്തിയേ സംപുത്യമുപാസതേ തദോഭൂയ ഇവദേയഹു സംപുത്യമൃതഃ. ഈശാവാസ്യോപനിഷത്തിലെ 12ാമത്തെ ശ്ലോകത്ത് പറയുന്നു, മനുഷ്യരെ സൃഷ്ടാവായ ദൈവത്തെ വിട്ട് അവന്റെ സൃഷ്ടികളെ ആരെ നിങ്ങൾ ആരാധിച്ചാലും
ഘോരാന്ധകാരമായ നരകത്തിലാ നിങ്ങൾ പോവുക, ഇരുട്ടുള്ള നരകത്തിലാ പോവുക, അഗ്നിയുള്ള നരകത്തിലാ പോവുക. ദൈവേതര ശക്തികളെ നിങ്ങൾ ആരാധിച്ചാൽ അവ്യക്തം വ്യക്തിമാപന്യം മാന്യം തേമാമബുദ്ധയ പരംഭാവമചാനന്ദോ മാമാവേയമനുത്തമം. ശ്രീമദ് ഭഗവത്ഗീതയുടെ രാജഗുഹയോഗത്തിലെ 9-ാം അധ്യായത്തിൽ നിന്ന് പിതൃമാനവാദികളെ പ്രാപിക്കുന്നവനാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നത് പാടില്ലാത്തതാകുന്നു എന്ന് കൃത്യമായി പറയും. സ്വാമി ദയാനന്ദ സരസ്വതി ലൈറ്റ് ഓഫ് ട്രൂത്തിൽ തീർത്തു പറയുന്നു. എന്ത്? നിങ്ങൾ സിട്ടാവിനെ, ലോകത്തിന്റെ നാഥനെ, ചതുർവേദത്തിലൊരിടത്തും ഒന്നിലധികം ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത, ഇതായിരുന്നു വേദം. പക്ഷെ മനുഷ്യർ ഭിന്നിച്ചു പോയി. ആ ഭിന്നത നിർത്തിക്കൊണ്ട് തന്നെ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയും. നമ്മുടെ ദൈവം ഒന്നാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കണ്ണികളാണ്, അനവധി ജീവജാലങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് നിങ്ങൾ നോക്ക്. മനുസ്മൃതിയിൽ തന്നെ പറയുന്ന വളരെ അത് ഈ കാലഘട്ടത്തിലേറെ പ്രസക്തവുമാണ്. എന്താ അത്? നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളൂ. പിതാരക്ഷിതി കൗമാരെ ഭർത്തൃരക്ഷിതി യൗവനെ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തി സ്തവിരേ പുത്ര ന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. ശരിക്കും നിങ്ങൾ ചിന്തിച്ചോ ആ വാചകം? അതിനെ ദുർവ്യാഖ്യാനിക്കാം, അനുകൂലിക്കാം, ഹിന്ദു മതത്തെ എതിർക്കാൻ വേണ്ടി വേണമെങ്കിൽ എനിക്കൊരു വ്യാഖ്യാനം കൊടുക്കാം. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ആ വാചകത്തിന്റെ മറ്റൊരു തല ആലോചിച്ചോളൂ. ആ വാചകത്തിന് ഏറ്റവും ആപ്തായി വ്യാഖ്യാനം നൽകിയ ഒരുപാട് ആളുകൾ പോട്ടെ. ആ വാചകത്തിലെ ഒരാശയത്തെ ആധുനിക ലോകമായിട്ടൊന്ന് ബന്ധിപ്പിക്കുക. ശരിക്കും ചിന്തിച്ചോളൂ. സ്ത്രീകളുടെ, അമ്മമാരുടെ ഞാൻ പറയും, എന്റെ അനുജത്തിമാരുടെ ഞാൻ പറയണേ, ഈ സസിലിരിക്കണേ. എന്താ? പിതാവിന്റെ പിതാരക്ഷിതി കൗമാരെ, കൗമാരത്തിൽ മാധവേട്ടന്റെ മകളെ, ഞാൻ അതിനെ ഭാഷാന്തരം ചെയ്യും, മാധവേട്ടന്റെ മകളെ മാധവേട്ടൻ സംരക്ഷിക്കുന്നു. ഭർത്തൃ രക്ഷിതി യൗവനെ, യൗവനത്തിൽ ഭർത്തൃ സംരക്ഷണത്തിൽ ആ സുമതി കഴിയുന്നു. എന്നിട്ട് പിതൃ സംരക്ഷണത്തിൽ, പ്രായാധിക്യത്തിൽ, വാർദ്ധക്യത്തിൽ പുത്രന്റെ സംരക്ഷണത്തിലും കഴിയുന്നു. എന്ന് ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാൻ, കാമുകോ രക്ഷിതി കോളേജേ എന്നൊരു തസ്തികയിലുണ്ടോ? ഈ ലവ് ജിഹാദും പ്രേമവും സല്ലാപവും ഒക്കെ വിവാദമായ ഒരു ലോകത്ത് ചുംബന, ഞങ്ങൾ ചുംബിക്കും ആയുടി. ഇവിടെ ആർക്ക് പോയി? ഇവിടെ ചുംബിക്കും. അതിന്റെ മറുപടി എന്തറിയോ? നശിക്കും ഞങ്ങൾ, ഇങ്ങക്കെന്താ പ്രശ്നം എന്നായി അല്ലേ? ഞാൻ ഇവിടെ ചോദിക്കുന്നത്, കാമുകോ രക്ഷിതി കോളേജ് എന്നത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒരു പെൺകുട്ടിയെ കോളേജ് പഠിക്കാൻ എന്തിനാ പറഞ്ഞേക്കുന്നത്? നല്ല സംസ്കാരം നേടാനാണ്. സമ്മതിച്ചോ? ഇന്നത് കിട്ടുന്നുണ്ടോ? വിദ്യാഭ്യാസം കൊണ്ട് നല്ലൊരു സംസ്കാരം കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ, ഐ വാസ് നോട്ട് റിഗാർഡഡ് ആസ് എ ബ്രൈറ്റ് ബോയ് at the high school, but I always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. മഹാത്മാഗാന്ധി പറഞ്ഞ ആ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. but I always enjoyed the affection of my teacher. പക്ഷെ എന്റെ അധ്യാപകരുടെ സ്നേഹം അതെനിക്ക് കിട്ടിയിരുന്നു. കാരണം എനിക്ക് മാർക്കൊന്നുമില്ലെങ്കിലും ഞാൻ നല്ലൊരു സംസ്കാരമുള്ള മോനായിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഗുരുനാഥന്മാരെ മുമ്പിലിരുന്ന ഒരു രംഗം അത് വായിച്ചിട്ട് പകർത്തിയ ഒരാളാണ്. എന്താ? മൗനം വീട്ടിച്ച് കണ്ണടച്ച് ബെഞ്ചിലേക്ക് തലവെച്ച് അങ്ങനെ നിൽക്കും. ഗുരുനാഥൻ വിചാരിക്കും ഈ പൊട്ടച്ചേക്കനത് ശ്രദ്ധിക്കണില്ല, അപ്പടി മനപ്പാടാക്കുക. 9 നിങ്ങൾക്കറിയാം, വിവേകാനന്ദ സാഹിത്യ സർവസ്വം 7 വോളിയായിരുന്നു. അത് വികസിപ്പിച്ച് 8 വോളിയാക്കി. കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? വായിക്കല് പോട്ടെ. 108 ഉപനിഷത്തുണ്ട് എന്റെ വീട്ടിൽ. 108 ഉപനിഷത്ത്. അതിലപ്പുറത്തുണ്ട് എന്ന് ചർച്ചയുണ്ട്. പക്ഷെ ഏറ്റവും പ്രസ്താവ്യമായി ചതുർവേദം കണ്ണുകൊണ്ട് കണ്ട എത്ര പേര് ഈ നാട്ടിലുണ്ടാവും? തെൽമൂദും സെന്നവസ്തും. ഏതാ തെൽമൂദ്, ഏതാ സെന്നവസ്ത്? ജൂതന്മാരുടെ ഗ്രന്ഥം. അദ്വൈത സിദ്ധാന്തം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ഇറാനിയൻ ചിന്തയായ സെന്നവസ്ത് എന്ന് പറയുന്ന ഗ്രന്ഥം രാഹുൽ സാങ്കൃത്യായൻ വിശ്വദർശനം എഴുതിയപ്പോ അതിന്റെ 552-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞെന്തറിയോ? പുനർജന്മ സിദ്ധാന്തം ഭാരതീയമല്ല. അല്ല, അദ്ദേഹം പറഞ്ഞത് ചതുർവേദത്തിൽ പുനർജന്മം എന്നതില്ല, പരലോകമാണുള്ളത്, മരണത്തിന് ശേഷമുള്ള ജീവിതം. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു ഉദാഹരണം പറയാം. പരലോകത്ത് നരകവും സ്വർഗാണുള്ളതിന് ഭാരതീയ ദർശനത്തിലെ ഏറ്റവും വലിയ തെളിവ് ശ്രീമദ് ഭഗവത്ഗീത. ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം, ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം 30-ാമത്തെ ശ്ലോകം. എന്താ ഭഗവത്ഗീതയുടെ 30-ാമത്തെ ശ്ലോകം? അതായത് അർജുനൻ പറഞ്ഞു,
ഭീഷ്മാചാര്യർ, ദ്രോണാചാര്യർ, കവചകുണ്ടലം അനുഗ്രഹമായി ലഭിച്ച കർണൻ, അവരോടൊന്നും ഞാൻ യുദ്ധം ചെയ്യൂല, എനിക്ക് അവരോട് യുദ്ധം ചെയ്യാൻ വയ്യ. ആ സമയത്ത് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയാൻ, ഹതോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ഭോക്ഷസി മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അർജുന, ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ ഹതോവ പ്രാപ്സസി സ്വർഗം, നിനക്ക് സ്വർഗത്ത് പോകാം. സ്വർഗം, നരകം പുനർജന്മമല്ല, അത് സവർണ മേധാവിത്വത്തിന്റെ സൃഷ്ടിയാണ്. ഭഗവാന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ, ഭഗവാന്റെ കൈകളിൽ നിന്ന് ക്ഷത്രിയൻ, ഭഗവാന്റെ തുടകളിൽ നിന്ന് വൈശ്യൻ, ഭഗവാന്റെ കാൽപാദങ്ങളിൽ നിന്ന് ശൂദ്രൻ, ചാതുർവർണ്ണ്യമായ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശേ എന്ന വാചകം. അതോടൊപ്പം തന്നെ ചന്തോക്യോപനിഷത്ത് പറയുന്ന തദ്ദിഹരമണീയാം ശരണേ അഭ്യാസേ ഹയതേ രമണീയാം യോനി എന്ന് പറയുന്ന ആശയം ഭാരതീയമല്ല, അഥവാ ദൈവീകമല്ല, അത് മനുഷ്യർ നിർമ്മിതമാണ്. അല്ലാതെ എവിടെ ആരില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉച്ചനീചത്വങ്ങളില്ലാത്ത, ജാതീയതയില്ലാത്ത, ജാതി ചോദിക്കുന്നില്ല ഞാൻ, സോദരി ചോദിക്കുന്നു തണ്ണീർ. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരേ അച്ഛന്റെ അമ്മയുടെ. ഇപ്പൊ എനിക്ക് 5 പെൺകുട്ടികൾ ഇപ്പൊ ഉണ്ട്, 6ാമത്തെ ആള് പെൻഡിങ്ങിലാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറയണ നിങ്ങൾ ചോദിച്ചു, എന്റെ 5 മക്കളെയും നോക്കിയത് രാക്ഷാണി അമ്മ എന്ന് പറയുന്ന, ഞാൻ അമ്മയെന്ന് വളരെ സ്നേഹത്തോടെ വിളിക്കുന്ന എന്റെ അമ്മയാണ്. ഇന്നും എന്തുകൊണ്ട് 5 പെൺകുട്ടികളെ മുസ്ലിമായ എന്റെ വീട്ടിൽ അമ്മ വളർന്നു? ചോദിക്കുക നിങ്ങൾ, എന്തുകൊണ്ട്? എനിക്ക് ആ അമ്മയെ അമ്മയായി കാണാൻ കഴിയുന്നു, അവരെ സ്നേഹിക്കാൻ കഴിയുന്നു. അതോടൊപ്പം ഞാൻ അവരോട് പറയുന്നു, അമ്മേ, ഈശ്വരനെ അല്ലാതെ ആരാധിക്കരുത്, ഏകദൈവത്തെ അല്ലാതെ ആരാധിക്കരുത്. 2 മക്കളെ ഓർത്ത് അമ്മ കരയുന്നു. അമ്മ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 1 അവരുടെ മകന്, 2 എന്നെ. എന്തുകൊണ്ട്? എനിക്കൊരു പ്രയാസം വന്നാൽ രാക്ഷാണി അമ്മ കരയുന്നു. എന്തുകൊണ്ട്? മതം ഒരിക്കലും, ഞാൻ പറഞ്ഞു, വർഗീയതയല്ല, കലാപമല്ല. ലളിതമായി ഞാൻ പറയാം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് ചോദിക്കാൻ, ഈ ഭൂമി സൃഷ്ടിച്ചതാരാ? ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ, അവലംബങ്ങളില്ലാതെ 7 ആകാശം, അതാരാണോ നാട്ടി നിർത്തിയത്? ഭൂമി നിങ്ങളെയും കൊണ്ടിടകാതിരിക്കാൻ പർവ്വതങ്ങളെ ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിക്കും. ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ സൃഷ്ടിച്ചവനാരാ? വഅൻസല മിനസ് സമാഇ മാ, മഴ ചൊരിഞ്ഞു തന്നവനാരാ? അവനാകുന്നു സാക്ഷാൽ നിങ്ങളുടെ പ്രപഞ്ചനാഥൻ. അറബിയിൽ അള്ളാഹുന് പറയില്ല, പ്രപഞ്ചനാഥന് പറയുന്ന പേരാണ് അള്ളാഹു. അപ്പൊ നിങ്ങൾ എന്നെ കേട്ടിട്ടുണ്ടാവും, എന്റെ റബ്ബേ എന്ന് ആമിൻത പറയണേ, കേട്ടിട്ടില്ലേ? എന്താ നിങ്ങളെ വിചാരിച്ച? എന്താ അതിന്റെ അർത്ഥം? സാധാരണ ഞാൻ ചോദിക്കട്ടെ, നാരായണ നാരായണ നാരായണ, എന്താ ഇതിന്റെ അർത്ഥം? നിങ്ങളൊന്ന് പറയും. നാരായണ, ഞാൻ സ്റ്റേജിലുള്ളവരും ചോദിക്കില്ല, സദസ്സിലോടും ചോദിക്കില്ല, ആരും വേദനിപ്പിക്കില്ല. നാരായണ എന്നുള്ളതിന്റെ അർത്ഥം പഠിച്ചിട്ടാണോ നാരായണ എന്ന് പറഞ്ഞത്? അല്ലാന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താ നാരായണ എന്ന് പറഞ്ഞാൽ? നരകൃത ശുഭാശുഭഗ്രാഹിയായുള്ളവനാരോ അവൻ. നാരായണ എന്ന് പറഞ്ഞാൽ നരകൃത ശുഭാശുഭഗ്രാഹി ആയുള്ളവൻ. അത് മനുഷ്യന്റെ മനസ്സിലെ നല്ലതിനെയും ചീത്തയും അറിയുന്ന സർവശക്തൻ എന്നതിന്റെ അർത്ഥം. ആ ഉദ്ദേശം എപ്പോഴെങ്കിലും ആ പദം ചെല്ലിയപ്പുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ കുഴപ്പാട്. അറിഞ്ഞൂടെ ചെല്ലരുത്. അറിയില്ലാത്തത് നാവിലൂടെ ഉച്ചരിക്കുന്ന. നിങ്ങൾ സാധാരണ സൂര്യ ടി വിയിലൊക്കെ സ്വാമിജിമാരെ പ്രസംഗമൊന്നും കേട്ടിട്ടില്ലേ? അമൃതയില്, സൂര്യ ടി വിയിൽ, പല ചാനൽ. അത് നിങ്ങളത് പഠിച്ചില്ലേ? അവിടെ നിങ്ങൾ ചിന്തിച്ചോ, ചുണ്ടുകൊണ്ടുള്ള കേവലം അർത്ഥമറിയാത്ത ഉച്ചാരണത്തിന് എന്താ പ്രത്യേകത? ദീദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഇദ്വാൻ, എന്താ ഒരിക്കലും ഇമവട്ടാത്ത അക്ഷിയുള്ളവൻ. നമുക്കറിയാം നമ്മുടെ കിഡ്നി അത് നശിച്ചുപോകും. സായിബാബ മരിച്ചത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെ അറിയാം, കിഡ്നി വീക്കായിട്ടാണ് മരിച്ചു പോയത്. ആന്തരിക അവയവങ്ങൾ നശിച്ചുപോയി. സ്വന്തം ആന്തരിക അവയവം കേടുവന്നത് അറിയാത്ത ഒരാൾ. സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, സർവശക്തനായ ദൈവത്തിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ? ദൈവത്തിന് മരണമില്ല. ദൈവത്തിന് മരണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തറിയോ? മുഹമ്മദ്, ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ കത്തുമാത്ത, മുഹമ്മദ് മരിച്ചു. അല്ല, സർവേശ്വരനെയാണോ? സൂര്യനെയും ചന്ദ്രനെയും ഉദിപ്പിക്കുന്ന സർവേശ്വരനെയാണോ? ഹയ്യുൽ ലാ യമൂത്ത്. ആ സർവശക്തൻ ഒരിക്കലും മരിക്കൂല. ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോ ഒരു വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്ന്, ആ വണ്ടി ഓടിക്കുന്നതിനിടയിൽ എനിക്ക് സൈലന്റ് അറ്റാക്ക് ഉണ്ടായി. സാധ്യത കൂടും, കാരണം ഞാൻ അതിശക്തമായ പ്രമേയ രോഗിയാണ്. ഫാസ്റ്റിംഗ് തന്നെ 400 ആണ് എന്റെ ഷുഗർ ലെവൽ. ഫാസ്റ്റിംഗിൽ ഏത് കാലത്ത് കുറഞ്ഞൊക്കെ കുറവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും.
ഒരു സൈലന്റ് അറ്റാക്ക് ഉണ്ടായി. നിങ്ങൾ പാറക്കടവിൽ ഞാൻ എത്തുവോ? ഞാൻ ഓടിച്ച കാറ് താനേ ഇവിടെ വരുമോ? ജാഹിദ് ബാലുശ്ശേരി അവിടെ മരിച്ചെടുക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഓടിപ്പോന്നാ അറിയോ? നിങ്ങൾ വിശ്വസിക്കോ? ഞാൻ മരിച്ച 10 മിനിറ്റിനുള്ളിൽ ഏറ്റവും ചുരുങ്ങിയ ആ കൊക്കയിലോ റോഡിലോ ഏതെങ്കിലും പാറക്കല്ലിലോ ഇടിച്ച് ആ വണ്ടി നിൽക്കുമല്ലോ. സായിബാവയായിരുന്നു ലോകത്തിന്റെ നിയന്ത്രണമെങ്കിൽ, മുഹമ്മദ് നബി ആയിരുന്നു ലോകത്തിന്റെ നിയന്ത്രണമെങ്കിൽ, പാണക്കാട് തങ്ങളായിരുന്നു ലോകത്തിന്റെ നിയന്ത്രണമെങ്കിൽ, ഒരു മരിച്ച സൂര്യൻ നിശ്ചലാകണ്ടേ, ചന്ദ്രൻ നിശ്ചലാകണ്ടേ? ഈ പറഞ്ഞ ഏതെങ്കിലും മഹാചാര്യന്മാർ മരിച്ചിട്ടും ആകാശവും ഭൂമി നിശ്ചലമായോ? വശംസു തജ്രീലി മുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീർ അൽ അസീസുൽ അലീം. സൂര്യൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് നിശ്ചിത പദമേഖലയിലൂടെ സഞ്ചരിക്കുന്നു. സൂര്യനെ സഞ്ചരിപ്പിക്കുന്ന സർവശക്തൻ. ഇതിലെവിടെ വർഗീയത? ഇതിലെവിടെ വിഭാഗീയത? എന്റെയും ഇസ്രായേലെ കേട്ടാലും നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ ആരാധിക്കുക. അതാരാ? പ്രപഞ്ചത്തിന്റെ നാഥൻ. എന്ന് നമുക്ക് സംഭവിച്ചൊരു തെറ്റൂടെ ഞാൻ പറയാ. ഇപ്പൊ എന്റെ വീട്ടിൽ നിങ്ങൾ വരുമ്പോ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ വീടിന്റെ രക്ഷകൻ മുഹമ്മദ് നബി. അപ്പൊ അതിന്റെ അപ്പുറത്തെ ബാബുവേട്ടന്റെ വീടിന്റെ ഒക്കെ പുറമ്പോക്ക ആണോ? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. നമ്മള് വീടിന്റെ മുമ്പിൽ എഴുത പിശാരിക്കാവിലെ അമ്മ ഈ വീടിന്റെ ഐശ്വര്യം, അപ്പുറത്തതാ യേശുദേവൻ ഈ വീടിന്റെ ഐശ്വര്യം. ഞാൻ ചോദിക്കണം, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ പുറത്താ? ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പുറത്താ? മനുഷ്യരെ ഒരു കാര്യം ആലോചിക്കുക, കുട്ടിനെ തരുന്നതും നമുക്ക് വായു നൽകിയതും നമ്മളെ സൃഷ്ടിച്ചതൊക്കെ സർവേശ്വരനാണ്, പ്രപഞ്ചത്തിന്റെ നാഥൻ. അഡോണായ് എലോഹിൻ അഡോണായഹ് ഷമ്മ ഇസ്രായേല. അഡോണായ് എലോഹിൻ അഡോണായഹ് ഹീബ്രു ഭാഷയിലാണ്. അല്ലയോ ഇസ്രായേൽ സമൂഹമേ, നിങ്ങളുടെ ദൈവം പലതല്ല, അവൻ ഒന്നാണ്, ഏകനായ ദൈവമാണ്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. അല്ലെ? എത്ര ഉജ്ജ്വലമാണ് വേദഗ്രന്ഥങ്ങളുടെ ഈ ആശയം. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ പറഞ്ഞൊരു വാക്ക് എത്ര മനോഹരമാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ പറയാണ്, നമ്മുടെ ഭാരതീയർക്ക് അഥവാ നമ്മുടെ ഇന്ത്യക്കാർക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപജയം എന്താ? ഈശ്വരനെ മാത്രം നമുക്കറിയില്ല, ഈശ്വരന്റെ സൃഷ്ടികളൊക്കെ നമുക്കറിയാം. വായു നൽകിയതാരാ? വെള്ളം നൽകിയതാരാ? നമ്മളെ സൃഷ്ടിച്ചതാരാ? നമ്മളെ മരിപ്പിക്കുന്നതാരാ? ലോകത്തിന്റെ നാഥൻ. ആ ലോകത്തിന്റെ നാഥനെയാണ് മനുഷ്യകുലം മുഴുവൻ അംഗീകരിച്ചാൽ വമ്പിച്ചൊരു ഐക്യമുണ്ടായി. അതാണ് മാനവകുലത്തിൽ ഏറ്റവും വലിയ ഐക്യം. ഇനി മനുഷ്യ ജീവിതത്തെ കുറിച്ച് 2 മിനിറ്റ് പറഞ്ഞോട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ചേ, ചുംബന സമരവും അതുപോലുള്ള കാര്യമൊക്കെ ഇവിടെ നടക്കുമ്പോ ഒരു കാര്യങ്ങൾ 10-60 വയസ്സുള്ള ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ വന്ന്. അപ്പോൾ ഈ 60 കൊല്ലം ചുംബിച്ചിട്ടില്ലേ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണല്ലോ. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പം മാത്രം ചുംബിച്ചാലേ സ്നേഹാവും? അതൊരു ഭ്രാന്തല്ലേ ശരിക്ക്? 60 കൊല്ലം ജീവിച്ചൊരു ഭാര്യയും ഭർത്താവും ചുംബിച്ചാലേ സ്നേഹം ഉണ്ടാവും. അതാണ് ലവ് എന്ന്, കിസ് ഓഫ് ലവ്. അപ്പൊ ഈ 60 കൊല്ലം കിടപ്പറയിൽ ചുംബിച്ചിട്ടില്ലേ? സ്നേഹിച്ചിട്ടില്ലേ? അല്ല, പച്ചയെ ചിന്തിച്ചു നോക്ക്, ഇല്ലേ? അപ്പൊ ഇതെന്താണെന്നറിയോ? വാനരന്മാരിൽ നിന്നുണ്ടായതാ നമ്മളെന്നാ ഒലി പറയുന്നത്. ആര്? ഈ ടീം ആരാ നമ്മൾ വിചാരിച്ചത്? മനുഷ്യൻ കുരങ്ങുന്ന ഉണ്ടായത് പറയുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വികാരം ഞാൻ നിങ്ങളോട് ഇതൊരു പച്ചയായി സംസാരിക്കാൻ നിങ്ങൾക്ക് തോന്നരുത്. ഒരമ്മ കുഞ്ഞിനെ വാരിയെടുത്ത് ചുംബിക്കുമുണ്ടാകുന്ന വികാരം എന്താ? ഞാൻ ഒന്നുകൂടെ ഉദാഹരിച്ച് പറയാം. ഞാൻ അറവുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചപ്പോ 10-70 വയസ്സുള്ള ഒരു അമ്മ ഓടി എന്റെ അടുത്ത് വന്നു, എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എന്തൊക്കെയാ ഒരു സ്നേഹം കൊണ്ടും അവർ കരഞ്ഞു. മാതാവും പിതാവും മക്കളും തമ്മിലുള്ള ബന്ധം പറഞ്ഞപ്പോഴാണ് അവർ കരഞ്ഞത്. ആ അമ്മയുടെ ഒരു ചുംബനം എന്റെ കവിളിൽ തരുമ്പോ ആ അമ്മ എന്താ വിചാരിക്കണം? എന്റെ പൊന്നു പുത്രനെ ചുംബിക്കുന്ന വികാരമല്ല ഉണ്ടാവുക. ഇനി സ്ത്രീകൾ മനസ്സിലാക്കിയുള്ളൂ, ആ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ മാതൃപുത്ര ബന്ധത്തിന്റെ ഹോർമോണാണ്. ശരിക്കും പഠിച്ചോളൂ. ലോകത്ത് മനുഷ്യരെ അമ്മയെ ചുംബിച്ചിട്ട്, ഒരു ഉദാഹരണം, അമ്മ തളർന്നു കിടക്കുകയാണ്. ആ അമ്മയെ മകൻ ചെന്ന് ചുംബിച്ചു, സുരേഷ്. അതേ ചുണ്ടുകൊണ്ട് കിടപ്പറയിൽ ഭാര്യനെ ചുംബിക്കുമ്പോ അമ്മനെ ചുംബിക്കുമ്പോ ഉണ്ടാകുന്ന വികാരം ഉണ്ടാവുക ആണോ? ലോകത്തെല്ലാരും തിരിച്ചറിഞ്ഞോളി. അല്ല. ഇനി രണ്ടാമതൊരു കാര്യം, ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ പറഞ്ഞെന്തറിയോ? ലിതസ്കുനു ഇലൈഹാ, അവളിലേക്ക് അവൻ സമാധാനമടയാൻ. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനത്തിന്റെ കേന്ദ്രം ഭാര്യയാണ്. ലോകത്ത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് ലോകത്ത് കണ്ടുകൂടാത്ത ഏതെങ്കിലും 2 രാജ്യങ്ങളുടെ ഭാര്യയും ഭർത്താവുകയാണ്, വേറെ വിഷയം. ഇന്ന് ഏറ്റവും സ്നേഹത്തിൽ കഴിയേണ്ടവരാണ് ഭാര്യയും ഭർത്താവ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ.
ഏറ്റവും സമാധാന ചിത്തമായ ആരും ശല്യപ്പെടുത്താനില്ലാത്ത ഒരു ലോകത്ത് ഭാര്യയും ഭർത്താവും മാത്രമായി ഉണ്ടാവുമ്പോ ചുംബിക്കുമ്പോ കിട്ടുന്ന ആനന്ദവും സന്തോഷവും ഒരുത്തം വടിയായിട്ട് നിൽക്കുമ്പോ ചുംബിച്ചോടിക്കാളുക. ഇങ്ങനൊരു അവസ്ഥ മനുഷ്യന് വരാൻ പാടുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്കേ, ഒഫീഷ്യൽ സ്റ്റാൻഡിൽ ഭാര്യയും ഭർത്താവ് പറഞ്ഞ് ചുണ്ട് ഇങ്ങനെ അടുത്ത് വരുമ്പോഴേക്ക് അപ്പുറത്തുനിന്ന് മറ്റവനോട് അടിയിട്ട് ഇപ്പുറത്തുനിന്ന് പോലീസുകാരനോട് കിട്ടി. അപ്പൊ കിട്ടുന്ന വികാരം എന്താ? ചുംബനത്തിന്റെ വികാരാണോ അടി കിട്ടി പൊളയലിന്റെ വികാരാണോ? എന്താണ്? അപ്പൊ മനുഷ്യനൊരു തരം ഊളംപാറയിലെ ജനങ്ങളൊക്കെ തൽക്കാലം മാറ്റി ഇവരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്ന ചങ്ങായിമാരെ, ഇവര് മനുഷ്യരാണെന്ന് ആരെങ്കിലും പറയോ? ഇനി ആലോചിച്ചു നോക്ക്, മനുഷ്യനോട് ചുംബിക്കണ്ടെന്ന് ആര് പറഞ്ഞു? ഇസ്ലാം പറഞ്ഞത് ഭാര്യയെ ചുംബിക്കാത്തവൻ അവൻ മൃഗമാണെന്നാണ് ഖുർആൻ പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞ്. ഭാര്യയെ ചുംബിക്കണം എവിടെ വെച്ച്? ഇനി കഴിഞ്ഞ ദിവസം ഇതുപോലൊരു സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു വിദ്വാൻ പ്രസംഗിക്കണം, അത്ഭുതപ്പെട്ടുപോയി. എന്താ അയാളുടെ പ്രസംഗം എന്നറിയോ? ഇവിടെ ഇരിക്കുന്നവരൊക്കെ, അതായത് ഈ ചുംബന സമരത്തെ ഞാൻ അനുകൂലിക്കുന്നു, ചുംബിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം അത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. എന്നിട്ട് അയാൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സദസ്സിനെ ചിരിപ്പിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞത് തരും. നിങ്ങളും ഞാനും ഒക്കെ അച്ഛന്റെ അമ്മേന്റെ സ്നേഹത്തിന്റെ ബൈ പ്രൊഡക്റ്റ് അല്ലേ? അച്ഛനും അമ്മയും സ്നേഹിച്ചോണ്ടല്ലേ? ഞാൻ അയാളോട് ചോദിച്ച, അല്ല ശരി സമ്മതിച്ചു, ആ അച്ഛനും അമ്മയുള്ള ആ സ്നേഹം ഒരു ബസ് സ്റ്റാൻഡിലേക്ക് ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതൊരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ നോട്ടീസൊക്കെ ഇറക്കിയിട്ട് ദാ ഇന്നത്തെ നാട്ടിലെ ഇന്ന ആള് കല്യാണം കഴിച്ചിട്ടുണ്ട്, ഓലൊരു പ്രകടനം ഉണ്ടാവും ഇന്ന് ഫസ്റ്റ് നൈറ്റില് മൈതാനത്ത് വെച്ച് തന്നെ എങ്ങനെ ഉണ്ടാവും സുഹൃത്തുക്കളെ? നിങ്ങൾ ആലോചിച്ചു നോക്കേ. അപ്പൊ മനുഷ്യനെ എങ്ങോട്ടാ നയിക്കുന്നത്? ഇത് സംസ്കാരമല്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം 7-8 ശ്ലോകം. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, അധർമ്മം കുടികുത്തി വാഴുമ്പോ ധർമ്മത്തിന്റെ സംസ്ഥാപനം. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരിക്കലും നിയമം നമ്മൾ കയ്യിലെടുക്കരുത്. ഒരിക്കലും നിയമം നമ്മൾ കയ്യിലെടുക്കരുത്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ പ്രദേശങ്ങളൊക്കെ ഞങ്ങളുടെ പ്രസംഗം നടക്കുമ്പോൾ മുസ്ലിങ്ങളാൽ തന്നെ കല്ലേറും കൂക്കൂ ഞങ്ങൾ എറിയാറില്ലല്ലോ, ഞങ്ങൾ തിരിച്ചെറിയാറില്ല, ഞങ്ങൾ അവരെ സ്റ്റേജ് കയ്യാറില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും, സാർ ഇന്ന് പോലീസ് സ്റ്റേഷൻ നൽകിയ പെർമിഷൻ അനുസരിച്ച് ഞങ്ങളുടെ ഇന്ന സ്ഥലത്ത് പരിപാടി നടക്കുന്നിടത്ത് ഇന്ന ആളുകൾ കല്ലെറിഞ്ഞു, അതുകൊണ്ട് കേസെടുക്കണം. എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട്, ഒരു ജുഡീഷ്യറി ഉണ്ട്, ഒരു നിയമമുണ്ട്, പോലീസുകാരുണ്ട്. അവരെ ചെന്ന് സമീപിച്ച്, സാർ ഞങ്ങൾക്ക് 9 മണി വരെ പെർമിഷൻ ഉണ്ടായിരുന്നു, 7 മണിയായപ്പോ ഈ നാട്ടിലെ കുറച്ച് ചട്ടമ്പികൾ വന്ന് പറഞ്ഞു ഇത് നിർത്തണം. സാർ അവരാണോ രാജ്യദ്രോഹികൾ, ഞങ്ങളാണോ? 9 മണി വരെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ നൽകിയ ഒന്നിനെ ഇവിടെ പറ്റില്ല എന്ന് പറയുന്നവൻ അവനാണോ രാജ്യദ്രോഹി, അവനാണോ ധിക്കാരി? ഇതൊക്കെ നമ്മൾ സത്യസന്ധമായി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനമാണ് എന്തുകൊണ്ട് അച്ഛനമ്മമാരുടെ ബന്ധങ്ങളും മാതൃപിതൃ ബന്ധങ്ങളും മക്കളുടെ ബന്ധങ്ങളും ശിഥിലമാകുന്നു എന്ന് ആധ്യാത്മിക പ്രഭാഷണത്തെ നമ്മൾ ചിന്തിക്കണം. ഏറ്റവും പ്രധാനമായി വേദഗ്രന്ഥങ്ങൾ മുഴുവനും പറയുന്ന അച്ഛൻ അമ്മ. അപ്പൊ പ്രവാചക തിരുമേനിയോട് ഒരാൾ വന്നിട്ട് ചോദിച്ചു, എനിക്ക് ഏറ്റവും വലിയ കടപ്പാട് ആരോടാണ്? ഉമ്മുക്ക നിന്റെ അമ്മയോടാണ്. സുമ്മമൻ പിന്നെ ആരോടാ? ഉമ്മുക്ക നിന്റെ ഉമ്മയോട് തന്നെ. സുമ്മമൻ പിന്നെ ആരോടാ? അപ്പോഴും പറഞ്ഞു അമ്മ. 3 തവണ പറഞ്ഞു അമ്മ. അപ്പൊ സ്വർണ്ണ മെഡല് അമ്മക്ക്, വെള്ളി മെഡലും അമ്മക്ക്, വെങ്കലവും അമ്മക്ക്, പ്രോത്സാഹന സമ്മാനം മാത്രം അച്ഛന്. അമ്മയുടെ സ്ഥാനം. ഈ അവസ്ഥ അറിയണമെങ്കിൽ അമ്മയുടെ പ്രസവ കാലഘട്ടവും ഗർഭകാലഘട്ടവും മാത്രം. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയൊരു സുഹൃത്ത് ആക്സിഡന്റ് പറ്റി കിടന്നു. അപ്പൊ ഞാൻ അവിടെ ചെന്നു. എനിക്ക് 1 മണിക്കൂറേ അവന്റെ അടുത്ത് ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. അവന്റെ അമ്മ 8 ദിവസമായ അവന്റെ കൂടെ. ആ അമ്മ എഴുന്നേക്കോടുന്ന് ഒന്ന് കാട്ടിക്കാനും മൂത്രിക്കാനും ഭക്ഷണം കഴിക്കാൻ പോലും അമ്മ ചിലപ്പോൾ എഴുന്നേറ്റോളുന്നില്ല. എന്റെ മോൻ ലോകത്ത് എന്റെ ഉമ്മാക്ക് 7 മക്കളാണ്, ഇതിൽ 3ാമത്തെ ആളാ ഞാൻ. എനിക്ക് 5 പെൺകുട്ടികളിപ്പോ ഉണ്ട്. നടുറോട്ടിൽ വെച്ച് ഒരു മകനെ എന്റെ കൈകളിൽ കിട്ടുകയും ചെയ്തു. സുഹൃത്തുക്കളെ, 6 കഴിഞ്ഞ് 7ാമത്തെ ഒരു കുഞ്ഞിന്റെ വരവിലുമാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു പെണ്ണിന്റെ ഗർഭകാലഘട്ടത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് വഹിനൻ അലാ വഹിനിൻ, അമ്മ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചു മോനെ. മാധവ സുരേന്ദ്ര, ഞാൻ പറഞ്ഞ അറുവുകാട് ക്ഷേത്രത്തിൽ പ്രസംഗിച്ചതിന് ശേഷം ഒരു ഹിന്ദു കുടുംബത്തിലെ ഒരു ചെറിയ പയ്യൻ, ഒരു +2 വിദ്യാർത്ഥി, അവൻ എന്നെ വിടാതെ കൂടി. ഞാൻ എന്റെ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. താങ്കളുടെ പ്രസംഗം കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ എന്റെ അമ്മയോട് എന്താ ചെയ്യേണ്ടത്, അമ്മയോട് എന്താ പറയേണ്ടത് എന്ന്. പ്രവാചക തിരുമേനിയുടെ ഒരു വാചകം എന്താ അറിയുന്നത്? റിലല്ലാഹു ഫീ റിലൽ വാലിദൈനി വസഖ്തുല്ലാഹു ഫീ സഖ്തിൽ വാലിദൈൻ. മാതാപിതാക്കളുടെ കോപത്തിലാണ് ദൈവത്തിന്റെ കോപം, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ദൈവത്തിന്റെ തൃപ്തി. ഒരമ്മ തൃപ്തിപ്പെട്ടാൽ ദൈവം തൃപ്തിപ്പെട്ടു.
അച്ഛൻ തൃപ്തിപ്പെട്ടാൽ ദൈവം തൃപ്തിപ്പെട്ടു. അച്ഛനമ്മമാരുടെ തൃപ്തിക്ക് വേണ്ടി വളരാൻ ഈ സമൂഹത്തെ മതം പാകപ്പെടുത്തി. ഇനി ഞാൻ മനസ്സ് തെറ്റെന്ന് പറഞ്ഞോട്ടെ, മലപ്പുറം ജില്ല എന്നും വിമർശിക്കപ്പെട്ട ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനം ഏറ്റവും കുറവാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടുത്തെ കൃത്യമായ കണക്കാണ് പറയും. എന്തുകൊണ്ട് മലപ്പുറം ജില്ലയിൽ വൃദ്ധസദനം ഏറ്റവും കുറഞ്ഞു? വൃദ്ധസദനം എന്ന് പറഞ്ഞാൽ അച്ഛനമ്മയെ പ്രായാധിക്യം സഹിക്കവയ്യാതെ വരുമ്പോ മക്കൾ ഉപേക്ഷിച്ചു കൊണ്ടാക്കുന്ന സ്ഥലം, അച്ഛനെയും അമ്മയെയും ഉമ്മയെയും ബാപ്പയെയും കൊണ്ടുപോക്കാവുന്ന സ്ഥലം. മലപ്പുറം ജില്ലയിൽ അത് ഏറ്റവും കുറവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വിശുദ്ധ ഖുർആൻ മാതൃത്വ വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ വബിൽ വാലിദൈനി ഇഹ്സാനാ. അച്ഛനോടും അമ്മയോടും ഛേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. ഛേ തള്ളേ, ഛേ തന്തേ എന്ന വാക്ക് ജീവിതത്തിൽ ഒരിക്കലും പറയരുത്. ഖുർആനിലെ 17 അധ്യായം 23-ാമത്തെ വചനം. അവരോട് ഏറ്റവും മാന്യമായ വാക്ക്. എന്നിട്ട് ഖുർആൻ ഉപയോഗിച്ച പദം എന്തറിയോ? തള്ളപ്പക്ഷികൾ അതിന്റെ കുഞ്ഞിനെ ചിറകിൽ സംരക്ഷിക്കുന്ന പോലെ നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും നിങ്ങൾ സംരക്ഷിക്കണം. സഹോദര, ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗത്തിന് ഈ ഹജ്ജിന്റെ സമയത്ത് കാബൻ തവാഫ് ചെയ്യും, പ്രദക്ഷിണം ചെയ്യും. അപ്പൊ ഒരു പ്രവാചകൻ അനുചരൻ ചോദിച്ചു, ഞാൻ എന്റെ അമ്മയെ എന്റെ ഷോൾഡറിൽ ഇരുത്തിയിട്ട് ഇതിലെങ്ങനെ ചുറ്റിയാൽ എന്റെ അമ്മയോടുള്ള ബാധ്യത തീരുമെന്ന്. 1000 തവണ ചുറ്റിയാലും നിന്റെ അമ്മയോടുള്ള ബാധ്യതക്ക് പകരമാകൂല എന്നാണ്. അത്ര വലിയ സ്ഥാനമുണ്ട് ഉമ്മ, അമ്മ എന്നതിന്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ, ഞാൻ മലപ്പുറം ജില്ലയിൽ താമസിച്ച ഒരാളാണ്. ഈ 6 മാസം മുമ്പ് വരെ ആ നല്ല വീട്, സ്വന്തമായിട്ട് ജീവിതത്തിൽ ഉണ്ടാക്കിയ വീടൊക്കെ ഉപേക്ഷിച്ച് എന്നെ എന്റെ തറവാട്ടിലേക്ക് മടങ്ങാൻ ഇപ്പോൾ പ്രേരിപ്പിച്ചത് എന്റെ ഉമ്മയും എന്റെ ഉപ്പയുമാണ്. അവരുടെ പ്രായാധിക്യം. ഇതാണ് മതം. ആ മതം നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. മതം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. പെണ്ണിനെ സംരക്ഷിക്കാൻ, പെണ്ണിനെ ആദരിക്കാൻ, പെണ്ണിനെ ബഹുമാനിക്കാൻ. മാതൃത്വത്തിന്റെ കാൽപാദത്തിനടിയിലാണോ നിന്റെ സ്വർഗം എന്ന് പഠിപ്പിക്കാൻ. ഉമ്മയുടെ കോപം, ഉപ്പാന്റെ കോപം ജീവിതത്തിൽ ഒരിക്കലും മക്കളെ നിങ്ങൾക്കുണ്ടാകരുത് എന്ന്. പിന്നെ പറഞ്ഞു മക്കൾക്ക് നല്ല പേരിടണമെന്ന് പറഞ്ഞു, മക്കൾക്ക് നല്ല സംസ്കാരം പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്ന് എന്താ നമ്മുടെ ബന്ധം? ശിഥിലമായി കൊണ്ടേ പോകുന്നു. സംശയമില്ല സുഹൃത്തുക്കളെ, വമ്പിച്ച ശിഥിലീകരണം മതരംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ശിഥിലീകരണത്തിനെതിരെ നമ്മൾ ജാഗ്രത പുലർത്തണം. സിനിമയും സീരിയലും മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ, പ്രയാസങ്ങൾ അത് ശരിക്കും വിലയിരുത്തി എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ. ഞാനും നിങ്ങളും ഞങ്ങളിപ്പോ എല്ലാ വീട്ടിലും കയറിയിട്ട് ജനങ്ങളോട് പറയാറുണ്ട്. എല്ലാ വീട്ടിലും ഞങ്ങളുടെ ഒരു പദ്ധതി ഇതാണ്. എല്ലാ വീട്ടിലും കയറി യഥാർത്ഥ മതം ജനങ്ങളോട് പറയാം. ഇതിന്റെ പേരിൽ കലാപമില്ല, തല്ലില്ല, ഒന്നില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഏകദൈവ ആരാധനയിലൂടെ മോക്ഷമുള്ളൂ എന്നാണ് മതം. മരണത്തിന് ശേഷം ഒരു ജീവിതം അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രശ്നം എന്താ? ഒരു ഉദാഹരണത്തിലൂടെ ഞാനിത് പറയാം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ മകളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്റെ പേര് എന്റെ വീട്ടു പേരോട് കൂടിയാണ് എല്ലാ കടലാസുകളിലുള്ളത്. അത് എന്റെ വിളിപ്പേരുമായി മുജാഹിദ് ബാലുശ്ശേരി എന്ന നിലയിലുള്ളത്. അത് മാറ്റാൻ, അതൊരൊറ്റ സംഗതി മാറ്റാൻ, ഇതൊരാള് തന്നെ എന്ന് തെളിയിക്കാൻ 5 സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വന്നു എനിക്ക്. എത്ര ദിവസത്തെ അധ്വാനം! ഒരു ആധാർ കാർഡ് ഉണ്ടാക്കാൻ, ഒരു ID കാർഡ് ഉണ്ടാക്കാൻ, ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കാൻ. ഇനി ഞാൻ പറയുന്ന പോയിന്റ് ശ്രദ്ധിക്കണം. മനുഷ്യന് എത്ര പ്രയാസം! ഈ രാജ്യത്ത് ജനിച്ച് ഞാൻ ഈ വില്ലേജിലാണ്, ഈ പഞ്ചായത്തിലാണ്, ഈ രാജ്യത്തിലാണ് എന്ന് എനിക്കൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഒരു പാസ്പോർട്ട്, അതുപോലെ എന്തും കടലാസ് കൊണ്ട് രേഖകളിൽ ഒരക്ഷരം തെറ്റിയാൽ ആ വ്യക്തിയെ പിന്നെ അംഗീകരിക്കാത്ത അവസ്ഥ. ഇവിടെ ജനിച്ച മനുഷ്യനെ. എന്നാൽ 500-ലധികം ദേശാന്തര പക്ഷികൾ ഈ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. പാസ്പോർട്ട് ഉണ്ടോ? ഐഡന്റി കാർഡ് ഉണ്ടോ? ആധാർ കാർഡ് ഉണ്ടോ? റേഷൻ കാർഡ് ഉണ്ടോ? എങ്കിൽ ഞങ്ങളോട് മനസ്സ് തട്ടി ചോദിക്കാൻ, ആ പക്ഷി മൃഗങ്ങൾ മരിച്ചാലും മനുഷ്യൻ മരിച്ചാലും ഒന്ന് തന്നെയാണോ? നായ ചാകണ പോലെ മനുഷ്യനും ചാവും, ഓനെ മണ്ണിൽ വെട്ടിയിടുക. നീതി ചരിത്രമായി എന്നാണ് VR കൃഷ്ണയ്യരെ കുറിച്ച് പത്രം എഴുതി. ഈ VR കൃഷ്ണയ്യർ എന്ന നീതിക്ക് വേണ്ടി പടപൊരുതി അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിന് എന്ത് കൊടുക്കാൻ കഴിഞ്ഞു? 1000 പേരെ കൊന്ന കുറ്റവാളിയെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക്, ലോകത്തിലെ കോടതികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സുഹൃത്തുക്കളെ? ഒരമ്മക്ക് 5 മക്കളുണ്ട്. എന്റെ അനുഭവം പറയും. 5 മക്കളുണ്ടായി. 4 മക്കൾ അമ്മയെ നിരന്തരമായി ഉപദ്രവിച്ചു. ഒരു മകൻ അമ്മയെ സംരക്ഷിച്ചു. ആ 5 മക്കളും ഒന്നിച്ചുള്ള ഒരു ഉല്ലാസയാത്രയിൽ മരിച്ചു. ഞാൻ ചോദിക്കുന്നു, അമ്മയുടെ സ്വത്ത് കവർന്ന് അമ്മയെ പീഡിപ്പിച്ച 4 മക്കളും അമ്മയെ സംരക്ഷിച്ച 5-മനും ഒന്നിച്ച് മരിച്ചാൽ ഇവർ 2 പേരും തുല്യമാണോ?
അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ് സ്വാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. നന്മ ചെയ്തവനും തിന്മ ചെയ്തവനും സമാകിയേ. എന്തൊരു വിധിയങ്ങളാ പറയുന്നത്. അണുമണിത്തൂക്കം നന്മ ചെയ്താൽ ദൈവം പ്രതിഫലം തരും. ഇനി ഇവിടെ ഞാൻ വെറും ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിലുണ്ടായ നിങ്ങൾക്കറിയാലോ, ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ മലപ്പുറം ജില്ലയിൽ ഡൈവേഴ്സ് ചെയ്തു. ഒരു ഭർത്താവ് കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഒരു തെറ്റും ആ പെൺകുട്ടി ചെയ്തിട്ടില്ല. നമുക്കൊക്കെ അനുഭവം ഉണ്ടാവും. നമ്മൾ ചെയ്യാത്തതിന്റെ പേരിൽ ഭർത്താവ് നീ ആ ഫോണിൽ സംസാരിച്ച വേറൊരുത്തനോട് എനിക്ക് ഉറപ്പാണ്. അന്ന് തുടങ്ങും കലാപം. ആ സാധു ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല. കാരണം ഫോൺ നമ്പർ എടുത്തു നോക്കിയപ്പോൾ ഒരുത്തന്റെ പേരുണ്ട്, ഓൻ വിളിച്ചിട്ടുമുണ്ട്. അതെന്തുമായി ബന്ധപ്പെട്ടതായിരുന്നു? ആ വീട്ടിലൊരു കുട്ടി പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകനാ വിളിച്ചത്. പക്ഷെ ഭർത്താവിന് എന്ത് പറഞ്ഞിട്ട് മനസ്സിലാവില്ല. അങ്ങനെ ഒരു ഡിവോഴ്സ്. അങ്ങനെ എത്ര അനുഭവങ്ങൾ. ഈ പെണ്ണിന്റെ നിരപരാധിത്വം ലോകത്ത് തെളിയിക്കപ്പെട്ടില്ല. എല്ലാവരും അതൊക്കെ ഉണ്ടാവുക ഇന്നത്തെ കാലല്ലേ എന്ന ആളുകളും പറഞ്ഞു. ഈ പെണ്ണിന്റെ നിരപരാധിത്വം ഏത് കോടതിയിൽ തെളിയിക്കും? വിശുദ്ധ ഖുർആനിലെ 2000 ആയത്ത് മരണത്തിന് ശേഷം ജീവിതം ഉണ്ട് എന്നാ. അതുകൊണ്ടാണ് ശ്രീരാമൻ പറഞ്ഞത്, ഈ ലോക ജീവിതത്തിനപ്പുറത്തൊരു ജീവിതത്തെ സ്വപ്നം കാണാൻ, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, മനുഷ്യരെ അല്ല ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കാൻ. നിങ്ങൾ നോക്ക്, വേശ്യാലയമില്ലാത്ത, പലിശാലയമില്ലാത്ത, മദ്യപാനികളില്ലാത്ത ഒരു രാജ്യം ഭരിച്ചു ആർണോൾഡ് ടോയംബി. ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയണം, മുഹമ്മദ് നബി വന്ന മക്ക. നമ്മളൊക്കെ മദ്യപാനികൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. അവസാനിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സ് തട്ടിച്ചു വയ്ക്കും. ഞങ്ങളുടെ കേരളത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, പട്ടാമ്പി, കൊണ്ടോട്ടി പോലെയുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ നേർച്ച നടത്തുന്നു. നേർച്ച ഉറൂസ് കേട്ടിട്ടുണ്ടാവും. അത് ഇസ്ലാമികല്ല എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. ഈ ഉത്സവം നടക്കുന്ന ഒരു നാട് നിങ്ങൾ ശരിക്കും മനസ്സിൽ വെച്ചോ. പട്ടാമ്പി ആയിക്കോട്ടെ, അല്ലെ കൊണ്ടോട്ടി ആയിക്കോട്ടെ, അവിടെ ഈ നേർച്ച നടക്കുന്ന ദിവസം എല്ലാ തിന്മകളും ഉണ്ടാവും. അവിടെ മയക്കുമരുന്ന് വെക്കും, കഞ്ചാവ് വെക്കും, കിലുക്കിക്കുത്തുണ്ടാവും. എല്ലാ തിന്മകളും, ആണും പെണ്ണ് ഇടചേർന്ന് ആരാരെ തുടർന്നു പിടിക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, ഒരു മതത്തിന്റെ ചടങ്ങ് അവസാനിക്കുമ്പോൾ മനുഷ്യർ നന്നാകണോ വേണ്ട, കേടുകയാണോ വേണ്ട? നന്നാവല്ലേ വേണ്ട? നിങ്ങൾ തന്നെ ആലോചിച്ചോ, ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു വിചാരിച്ചോ. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ള മനുഷ്യർക്കൊക്കെ ധാർമ്മികമായ ഒരു ഉണർച്ചയാണോ അതുകൊണ്ട് ഉണ്ടാവേണ്ടത്? അല്ല, അന്ന് ഇവിടുത്തെ പരിസരത്തെ മദ്യഷാപ്പിൽ 30 ലക്ഷത്തിന്റെ കള്ളു വിളമ്പുണ്ടെങ്കിൽ എവിടെയാ നമുക്ക് തെറ്റുപറ്റി പോയത്? മത സമൂഹമേ, എവിടെയാ നമുക്ക് തെറ്റുപറ്റിയത്? മദ്യപാനി പതിതനാണെന്ന് വേദം പറയുന്നു. മദ്യപാനി പതിതനാണ്. അതിന്റെ വേദഗ്രന്ഥത്തിലുള്ള എത്രത്തോളം നേരം ഋഗ്വേദത്തിലൊരു പരിഹാസമുണ്ട്. ഋഗ്വേദത്തിൽ ഏറ്റവും വലിയ പരിഹാസം, മദ്യപിച്ച് കിടക്കണ ബ്രാഹ്മണനെ ഋഗ്വേദത്തിലൊരു പരിഹാസം എന്താ പറയുക? മദ്യപിച്ചിട്ട് പിന്നെ ഒരു ഏമ്പക്കെടുമല്ലോ, ആ ഏമ്പക്കത്തെ പറ്റി പറയണം, പാടത്തെ തവള കരയണ പോലെയാണ്. ഋഗ്വേദത്തിലുള്ളതാണ്, ഋഗ്വേദത്തിലുള്ളതാണ്. മദ്യപാനിയോട് മറ്റൊരിക്കൽ പറയുന്നത്, മീശയിലെ മദ്യം തുടക്കാൻ മറക്കേണ്ടതില്ല. പരിഹാസമാണ്. എന്ന് പറഞ്ഞാൽ മദ്യത്തിനെതിരെ ശബ്ദിക്കുന്നു. ശരി, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കണില്ല? നമ്മുടെ സമൂഹമേ, ഹൈന്ദവ ക്രൈസ്തവ മുസ്ലിം സമൂഹമേ, മദ്യശാപ്പ് മനുഷ്യന് നന്മ നൽകിയോ? സ്വന്തം അച്ഛനമ്മമാർ നമ്മൾ വെറുത്തു, നാട്ടുകാർ നമ്മൾ വെറുത്തു, ഭാര്യക്ക് പേടിയാണ്, ഭർത്താവ് കയറി വരുമ്പോൾ തന്നെ ഓടി ഒളിക്കുകയാണ്, അമ്മക്ക് പേടിയാണ്. ഈ തിന്മകൾക്കെതിരെ എന്തുകൊണ്ട് നമ്മൾ സടകുടഞ്ഞ് എഴുന്നേൽക്കുന്നില്ല എന്ന് ഗൗരവമായി ആലോചിക്കുക. ഗൗരവമായി നമ്മൾ ആലോചിച്ച് മദ്യത്തെക്കുറിച്ച് ചിന്തിച്ച്, ഈ മദ്യത്തിന്റെ കരോളാസ്തങ്ങളിൽ നിന്നൊരു ജനതയെ ലോക ചരിത്രത്തിൽ നിങ്ങൾക്കറിയോ? അറേബ്യയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരൊറ്റ ഖുർആനിന്റെ വചനം ഓതി കൊടുത്തു. അതോടുകൂടി എല്ലാവരും മദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവത്തെ അവർ അത്ര പേടിച്ചു. അലം യഅലം ബി അന്നല്ലാഹ യറാ, ഞങ്ങളെ സദാ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് മദ്യപിക്കില്ല, അതുകൊണ്ട് വ്യഭിചരിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ അനാവശ്യങ്ങളിൽ ഏർപ്പെടില്ല, പലിശക്ക് വാങ്ങില്ല, അന്യായമായി കൊല്ലുകയില്ല, ഒരാളെയും, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത, ഒരാളെയും അന്യായമായി ഒരു കത്തി ചൂണ്ടാൻ പോലും ഇസ്ലാം പാടില്ല. പ്രവാചകൻ പറഞ്ഞത്, കത്തി ചൂണ്ടുന്നവൻ ആകാശത്തിന്റെ പട്ടാളം അവനെ ശപിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതം കലാപമല്ല, മതം കാലുഷ്യമല്ല. ഞാൻ ആദ്യത്തെ പറഞ്ഞല്ലോ, ഇഷ്ടമുള്ള മതം വിശ്വസിച്ചുകൊണ്ട് തന്നെ. ഇപ്പൊ വിശുദ്ധ ഖുർആൻ പറയാണ്, സൂര്യന്റെ മതം ഇസ്ലാമാണ്, ചന്ദ്രന്റെ മതം ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്. ആരോടുള്ള സമർപ്പണം? സമാധാനം എന്നാണ് ആ പദം. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങി. എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങി? ഇവിടെ മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ, അതാണ് ആ പ്രാർത്ഥന. ദൈവത്തിന്റെ രക്ഷയും സമാധാനവും, അതല്ലേ ലോകത്ത് ഏറ്റവും പ്രാർത്ഥിക്കേണ്ടത്. ഒരു ഉദാഹരണം പറയാം.
എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ അച്ഛൻ മരിച്ച ഒരു സ്ഥലത്തേക്ക് ഞാൻ ചെന്നിട്ട് ഗുഡ് ഈവനിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നേരെ മറിച്ച് അസ്സലാമു അലൈക്കും എന്ന് എനിക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം. എന്താ? ദൈവത്തിന്റെ രക്ഷയും സമാധാനവും നിനക്ക് ഉണ്ടാവട്ടെ. അതാണ് ഇസ്ലാം പറഞ്ഞു. തൊഴിലാളിയുടെ ശരീരത്തുനിന്ന് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം. ഓവർ ടൈം ജോലി ചെയ്താൽ അവന് നീ കൂലി കൂട്ടിക്കൊടുക്കണം. ഭാരിച്ച ജോലി ചെയ്താൽ നീ അവനെ സഹായിക്കണം. തൊഴിലാളിയോട് പറഞ്ഞു, മുതലാളിയെ ഒരിക്കലും ചതിക്കരുത്, വഞ്ചിക്കരുത്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യ സമൂഹത്തെയാണ് സൃഷ്ടിക്കേണ്ടത്. നമ്മൾ ആലോചിച്ചു നോക്ക്. ഒരു ടൂ വീലറുമായി പോകും ഒരു സഹോദരനെ കണ്ടാൽ നിർത്തി അവനെ എങ്ങോട്ടെന്ന് ചോദിച്ചാൽ അവനെ കയറ്റി കൊണ്ടുപോകണം എന്ന് മതം മനുഷ്യരെ പഠിപ്പിക്കുന്നു. വലത് കൈകൊണ്ട് കുടിക്കണം, വായിലൂടെ അല്പാൽപമായി കുടിക്കുകയും തിന്നുകയും വേണം. അമിതമായി ഭോജനം നടത്തരുത്, അമിതാഹാരം ആപത്താണ് എന്ന് മതം പഠിപ്പിച്ചു. സുഖലോലുപത, പാവപ്പെട്ടവരെ കാണാത്ത സുഖലോലുപത, കഷ്ടപ്പെടുന്നവരെ കാണാത്ത സുഖലോലുപത. മുസ്ലിങ്ങൾ ഗൾഫ് രാജ്യത്ത് പോകുന്നു, സമ്പത്തുണ്ടാക്കുന്നു, പാവപ്പെട്ടവർക്കെല്ലാം വീതിച്ചു കൊടുക്കാൻ. എത്രത്തോളം എന്ന് പറഞ്ഞൊരു മുസ്ലിമിന്റെ സ്വത്ത് ഓഹരി വെക്കുമ്പോ അയൽവാസി നോക്കി നിന്നാൽ അതിൽ നിന്നൊരു വിഹിതം അവന് കൊടുക്കണമെന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്തത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹ്, ദൈവം നിങ്ങൾക്ക് നിഷിദ്ധാക്കിയിട്ടില്ല. മതത്തിന്റെ പേരിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത അമുസ്ലിങ്ങളോട് നിങ്ങൾ നീതി കാണിക്കണം, അവരോട് നിങ്ങൾ ഏറ്റവും സ്നേഹത്തിൽ കഴിയണം എന്ന് പ്രവാചക തിരുമേനി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമകും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കും, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. അല്ലേ? നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാം. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. സ്നേഹിക്കാനാണ് മനുഷ്യനെ പഠിപ്പിച്ചത്. അതിന് മതം തടസ്സമല്ല എന്ന് നിങ്ങളോട് പറയും. പ്രവാചക തിരുമേനിയുടെ മദീനയിലേക്കുള്ള യാത്ര ഒരു അമുസ്ലിം സഹോദരനായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയത്. നല്ല സ്നേഹത്തിലായിരുന്നു അവർ കഴിഞ്ഞത്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ എന്റെ സംസാരത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച പോയിന്റുകളെ ചുരുക്കി ഇങ്ങനെ പറയും. ഒന്ന്, നാം ആരും വ്യത്യസ്ത അച്ഛനമ്മമാരുടെ മക്കളല്ല. നാം ആരും ശ്രേഷ്ഠർ നികൃഷ്ടർ എന്ന് പറയേണ്ടവരല്ല. ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠർ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണ്, മനുഷ്യത്വമുള്ളവരാണ്, സ്നേഹമുള്ളവരാണ്. വർഗീയത, ജാതീയത, വിഭാഗീയത, അസ്പർശ്യത, അസഹിഷ്ണുത ഒന്നും നമുക്ക് പാടില്ലാത്തതാണ്. ഏത് മതം വിശ്വസിക്കുമ്പോഴും മറ്റുള്ളവൻ അവന്റെ മതവും വിശ്വാസവും ആചരിക്കാൻ അവസരം വകവെച്ചു കൊടുക്കുന്നതിനാണ് മൈത്രി എന്ന് പറയുന്നത്. അന്യന്റെ മതം കടമെടുത്ത് സ്വന്തം മതത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ പേരല്ല സൗഹാർദ്ദം, മറിച്ച് മനുഷ്യർ തമ്മിലുള്ള വിശ്വസാഹോദര്യമാണ് സൗഹാർദ്ദം എന്നാ പറഞ്ഞത്. ഒരിക്കലും തീവണ്ടിയും മൊറാദാബാദും ജാംഷഡ്പൂരും ബാബരി പ്രശ്നവും താജും അബ്രോളും റാട്ട് പ്ലേസും ഇറാഖും ചെച്നിയയും ബോസ്നിയയും ലബനാനും അതുപോലെ അങ്ങ് ജപ്പാനിന്റെ ഹിരോഷിമയും നാഗസാക്കിയും രണ്ട് ലോകമഹായുദ്ധങ്ങളും ഫ്രഞ്ച് വിപ്ലവവും റഷ്യൻ വിപ്ലവവും ഉക്രൈൻ കർഷകരുടെ ദുരന്തവും ലോകത്ത് നടന്ന ഭോപ്പാൽ ദുരന്തം ഉൾപ്പെടെയുള്ള എൻഡോസൾഫാൻ ദുരിതബാധിത പ്രദേശം വരെയുള്ള സാമ്രാജ്യ ശക്തികളുടെ കടന്നുകയറ്റം ഉൾപ്പെടെ യൗവനത്തെ ഹൈജാക്ക് ചെയ്ത് മയക്കുമരുന്നിനും മദ്യത്തിനും സിനിമയിലും ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന യുവാക്കളോട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുമ്പോ ഈ മണികണ്ഠമഠം ക്ഷേത്രത്തിന്റെ സകല പൈതൃകങ്ങളും ഉൾക്കൊള്ളുന്ന ഈ മൈതാനത്ത് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, യുവാക്കളെ, ലോകത്തിന് ഉയർന്ന ശിരസോടെ തെളിഞ്ഞ അഭിമാനത്തോടെ രാജ്യസേവനം ചെയ്യേണ്ട പൗരന്മാരുണ്ടാകണം. പുകവലിക്കാത്ത, മദ്യപിക്കാത്ത, വിലപ്പെട്ട സമയം അനാവശ്യമായി കളഞ്ഞു കുളിക്കാത്ത, രാജ്യദ്രോഹികളല്ലാത്ത, സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന, സമൂഹത്തിന്റെ കെട്ടുറപ്പിന് വേണ്ടി നിലനിൽക്കുന്ന, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഞങ്ങൾ ഭാരതീയരാണ്, ഞങ്ങൾ ഒന്നാണ്. ലോകത്തിന്റെ പൈതൃകത്തിൽ ഞങ്ങൾ കാത്തുസൂക്ഷിച്ച യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, കൾച്ചറൽ പ്ലൂറാലിറ്റിയുടെ, കൾച്ചറൽ ടോളറൻസിന്റെ നാടാണ് ഞങ്ങളുടെ നാട്. അത് നിലനിർത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ജീവിതം ഈ ലോക ജീവിതത്തോടുകൂടി അവസാനിക്കുകയില്ല, മറിച്ച് ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മരണത്തിന് ശേഷം ഇമാനുവൽ കന്റിനെ പോലെ വി ആർ കൃഷ്ണയ്യർക്ക് മരണാനന്തരം എന്ന പുസ്തകമുണ്ട്. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് പഠിപ്പിക്കുന്ന മതാധ്യാപനങ്ങൾ
നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. പല വേദങ്ങളിൽ നിന്നും പല വാചകങ്ങളും ഞാൻ ഉദ്ധരിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരിക്കലും അമുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലാനോ ജിഹാദ് എന്ന് പറഞ്ഞാൽ ആയുധമേന്തി കൊല്ലലാണെന്നോ ഇസ്ലാം മനുഷ്യരെ പഠിപ്പിച്ചിട്ടില്ല. ഈ താടി പ്രവാചകന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. നരയാണിയുടെ മേലെ തുണി ഉടുത്തത് പ്രവാചകന്റെ മാതൃകയുടെ ഭാഗമാണ്. ആരെയും എതിർക്കാനല്ല, ആരോടും ശണ്ട കൂടാനല്ല, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പഠിക്കാൻ, നല്ലതിനു വേണ്ടി നിലനിൽക്കാൻ നമ്മുടെ ഈ സംരംഭങ്ങളെല്ലാം. യുവാക്കളെ, ഇനി ചിന്തിക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി കളവ് പറയില്ല, ഇനി എനിക്ക് മദ്യം ആവശ്യമില്ല. എന്റെ കരളിനെ, എന്റെ ഹൃദയത്തെ ശാമ്പലാക്കുന്ന ഒരു മൃഗം പോലും ലോകത്ത് മദ്യപിക്കുന്നില്ല. നായ മദ്യപിച്ച് അതിന്റെ ഉത്തരവാദിത്വം അത് നിർവഹിക്കാതെ പോകുന്നില്ല. അതിന്റെ കരൾ, അതിന്റെ ലിവർ അതൊരിക്കലും നശിപ്പിക്കുന്നില്ല. അതിന്റെ ഹാർട്ട് നശിക്കുന്നില്ല. പുക വലിക്കരുതേ, മദ്യപിക്കരുതേ, കഞ്ചാവ് ഉപയോഗിക്കരുതേ, പ്രത്യടിന് ഉപയോഗിക്കരുതേ, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കരുതേ. അച്ഛനെയും അമ്മയെയും ആദരിക്കണമേ, നാടിനെ ആദരിക്കണമേ, സമൂഹത്തെ ഒന്നാക്കി പിടിക്കണമേ, അയൽപ്പക്ക ബന്ധത്തിന്റെ മഹനീയത ഊട്ടി ഉറപ്പിക്കണമേ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യബോധം നാം തിരിച്ചറിയണമേ. മനുഷ്യ ജീവിതം മണ്ണായി തീരും എന്നൊരിക്കലും വിചാരിക്കരുത്. നമ്മളോട് ചോദിക്കാതെ, നമ്മളോട് പറയാതെ, നമ്മൾ അറിയാതെ നമുക്കൊരു ജീവിതം നൽകിയ ദൈവം തമ്പുരാൻ മരിച്ചതിനു ശേഷം കർമ്മത്തിന്റെ ഫലം, ആണിന് ഓപ്പോസിറ്റായി പെണ്ണ്, രാവിലെ പകല് എല്ലാം ഉള്ള പോലെ ഇഹലോകം, ഒരു പരലോകം അതുണ്ട്. ഈ മരണത്തോടുകൂടി ഇത് അവസാനിക്കില്ല. മരണത്തിനു ശേഷമുള്ള ഒരു ജീവിതത്തിൽ നിങ്ങൾ വരും. അവിടെ നിങ്ങൾ ചെയ്ത മുഴുവൻ കർമ്മങ്ങളും ദൈവസന്നിധിയിൽ വിചാരണ ചെയ്യും എന്ന് മനുഷ്യരെ ഒടുവിലത്തെ ഗ്രന്ഥമായ ഖുർആൻ മാനവരാശിയെ പഠിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വേദഗ്രന്ഥങ്ങളും എല്ലാം പഠിപ്പിക്കുന്നു. ആ വേദഗ്രന്ഥം എന്തെന്നും മതതാരതമ്യ പഠനത്തിലൂടെ, കമ്പാരിറ്റീവ് റിലീജിയനിലൂടെ നമ്മൾ മതത്തെ അറിയുക, മതത്തെ പഠിക്കുക, തെറ്റിദ്ധാരണകൾ തിരുത്തുക. ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള എന്റെ പ്രഭാഷണത്തിന്റെ സീഡികൾ നിങ്ങൾക്ക് പലയിടത്തും കിട്ടും. നിങ്ങൾ കേൾക്കണം. അതിൽ സ്വാമിജിമാരുണ്ട്, അതിൽ പള്ളിയിലച്ചന്മാരുണ്ട്, അതിൽ സാംസ്കാരിക നായകന്മാരുണ്ട്, അതിൽ CPM ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ട്, ലീഗുണ്ട്, ജനതാദളുണ്ട്, RSS ഉണ്ട്, ശിവസേനയുണ്ട്, എല്ലാവരുമുണ്ട്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പരസ്പരം സ്നേഹിച്ചും ആദരിച്ചും ബഹുമാനിച്ചും എന്റേത് മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ എന്ന ചിന്തയിൽ നിന്ന് വിട്ട് എല്ലാം നിലനിൽക്കട്ടെ, എന്റേത് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് നിലനിൽക്കാൻ അവകാശം വകവെച്ചു കൊടുത്തുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ മഹാസദസ്സിൽ ഇത്രയേറെ സന്ദർഭം എന്നെ കാതോർത്ത മുഴുവൻ ആളുകൾക്കും ദൈവത്തിൽ നിന്ന് അനുഗ്രഹമുണ്ടാകട്ടെ. അല്ലാഹുവേ, ഒരടിമ എന്ന നിലയിൽ എന്റെ എന്തെങ്കിലും അപാകത എന്റെ വാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അതെന്റെ അപാകതയാണ്, നിന്റെ മതത്തിന്റെ ഭാഗതയല്ല. അല്ലാഹുവേ, ഈ ജനസമൂഹത്തിന് ഏകദൈവത്വത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലക ഞാനിവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. നീ സാക്ഷിയാണ്. ഒരിക്കലും മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെക്കുകയും പുറത്തു പുറന്നു പറയുകയും ചെയ്യുക എന്ന കപടന്മാരുടെ മുഖം എനിക്കില്ല എന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. പടച്ചവനെ, അല്ലാഹുവേ, സമൂഹത്തിന് നന്മ നൽകുന്ന മാനവ സമൂഹത്തിന്റെ സഖാവ്, ലോകത്തിന്റെ നാഥൻ, ആ നാഥന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന ബോധം കൊണ്ട് നമ്മൾ ഇനിയുള്ള ജീവിതത്തെ ചിന്തിച്ചും പഠിച്ചും ആലോചിച്ചും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ടോ എന്ന് നഖശികാന്തമായി പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഞങ്ങളിവിടെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഉന്നതമായ ഒരു പ്രബോധന സംരംഭം ഇതാണ്. എല്ലാ മതക്കാരെയും ക്ഷണിച്ച് എല്ലാ മതക്കാരുടെ വീട്ടിലും ചെന്ന് സ്നേഹത്തോടുകൂടി പരസ്പരം മതം പറഞ്ഞ് നമ്മൾ ശത്രുക്കളല്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ മതം വിശ്വസിക്കുമ്പോഴും നിങ്ങൾക്കും എനിക്കും സ്നേഹിക്കാം, നമ്മൾ അകന്നു നിൽക്കേണ്ടവരല്ല എന്ന് പറയുന്ന ഉജ്ജ്വലമായ ഒരു സമ്മേളന സംരംഭവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എനിക്ക് ഈ ക്ഷേത്രവും ഇത് ഉൾക്കൊള്ളുന്ന ആരാധനാ സംശയം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശത്ത് നിങ്ങളുടെ മൈതാനിയിൽ ഇത്രയേറെ സൗകര്യങ്ങൾ ഒരുക്കി എന്നെ ക്ഷണിച്ചതിന് സർവശക്തനായ പടച്ചവനെ സ്തുതിക്കുന്നതോടൊപ്പം ഇതിന്റെ ഭാരവാഹികൾക്ക് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മൾ ഒന്നിക്കേണ്ടതുണ്ട്. ഇതുപോലെ സ്വാമിജിയും പള്ളിയിലച്ഛനും എല്ലാവരുമുള്ള വേദിയിൽ പരസ്പരം തുറന്നു പറഞ്ഞും ചോദിച്ചും മനസ്സിലാക്കിയും ആശയം സ്ഫുടം ചെയ്തും കാര്യങ്ങൾ വിലയിരുത്തി ഇതൊക്കെ ഇങ്ങനെയാണല്ലേ, നമ്മൾ ഭിന്നിക്കേണ്ടവരല്ല അല്ലേ, നമ്മൾ ഒന്നാകേണ്ടവരാണല്ലേ, നമ്മൾ ഐക്യപ്പെടേണ്ടവരാണല്ലേ, ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളാണല്ലേ, ജ്യേഷ്ഠാനുജന്മാരാണല്ലേ, എവിടെയാണ് നമുക്ക് ദുഃഖം,
എവിടെയാ നമുക്ക് കുറ്റബോധം? എവിടെയാ നമ്മൾ നശിച്ചു പോയത്? വർഗീയതയും കലാപവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. ഇനി മാറ്റിപ്പിടിക്കണം. സ്നേഹത്തിലും ഐക്യത്തിലും സൗഹൃദത്തിലും നമ്മൾ വിചാരിച്ചാലേ ഇതുണ്ടാവും. അതിന് മനസ്സ് വെക്കണം. ആരും നമ്മുടെ മനസ്സിൽ വിഷം കുത്തിക്കേറ്റരുത്. നമ്മൾ ആരും ശത്രുക്കളല്ല. നമുക്കൊക്കെ അപാകതകൾ ഉണ്ടാവാം, ന്യൂനതകൾ ഉണ്ടാകാം, പക്ഷെ നമ്മൾ ശത്രുക്കളല്ല. അറിഞ്ഞുകൊണ്ട് ആരും ആർക്കെതിരും ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ അവർ പ്രേരിപ്പിക്കുന്ന ചില ബാഹ്യശക്തികളുണ്ട്. അത് തിരിച്ചറിഞ്ഞാൽ മതി. അത് തിരിച്ചറിഞ്ഞ് ബോധത്തോടെ ഈ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്ന നല്ലൊരു ലോകത്തേക്കും സൗഹൃദത്തിലേക്കും ഇവിടെ സംഘടിപ്പിച്ചവരുടെ മനസ്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർക്ക് ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നല്ല മനസ്സിന് അഭിനന്ദനങ്ങൾ. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. നന്മ ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി